കേന്ദ്ര ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പിന് പ്രോജക്റ്റ് ക്ഷണിക്കണമെന്ന്. കേന്ദ്ര ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പിന് അപ്പോൾ കേരളത്തിൽ, ആന്ധ്ര, തമിഴ്നാട് ഇങ്ങനെ എല്ലാ സ്റ്റേറ്റിലും ഒരാൾക്കാണ് സീനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്നത്. അപ്പം അതിന് നമ്മളുടെ കുറേ ബയോഡേറ്റ വേണം. ആ ബയോഡേറ്റ എല്ലാം വളരെ ബാക്കിങ്സ് ഉള്ളതായിരിക്കണം. പക്ഷെ ചോദിക്കുന്ന പ്രോജക്റ്റ് എന്താണെന്നറിയാവോ? ഫിസിക്സിൽ, ഊർജ്ജതന്ത്രത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വർക്ക് പ്രോജക്റ്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഫിസിക്സിൻ്റെ ഊർജ്ജതന്ത്ര മേഖലയിൽ പ്രസൻറ്റ് ചെയ്യാത്ത പുതിയൊരു വർക്ക് പ്രോജക്റ്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഫിസിക്സ് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഈ പ്രോജക്റ്റ് കണ്ടാൽ നമ്മൾ എന്ത് തോന്നും? ഇത് നമുക്കുള്ളതല്ലെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയും. ഞാൻ ആർട്ട് സ്റ്റുഡൻറ്റാണ്. കോളേജിലേക്ക് പഠിച്ചാണ് ഹിസ്റ്ററിയും എക്കണോമിക്സൊക്കെ പഠിച്ചത്. അപ്പോൾ ഇത് ഞാനോട് ബന്ധമില്ല എന്ന് പറയും. ബന്ധമില്ലാത്ത കാര്യങ്ങളാവും ചിലപ്പോഴേ, പക്ഷെ ബന്ധപ്പെടുത്തുന്ന ആരാണ്? ക്രിസ്തുവുമായിട്ടാണ് നമ്മൾ ബന്ധമില്ലാത്ത കാര്യങ്ങളെ ബന്ധപ്പെടുത്തുന്നത്. അതെങ്ങനെയാണ്? വിശ്വാസം വഴിയാണ്. 3 തരത്തിൽ നമുക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങളെ നമ്മളുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും. എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 ദൈവിക പുണ്യങ്ങൾ വഴിയാണ് ബന്ധമില്ലാത്ത കാര്യങ്ങളെ നമ്മളുമായി ദൈവമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. അപ്പോൾ എനിക്കുള്ള പ്രോജക്റ്റ് എന്താണ്? നിങ്ങൾ കേട്ടാൽ ചിരി വരും. ചവിട്ടുനാടകത്തിൻ്റെ പ്രോജക്റ്റാണ് ഉള്ളത്. ഫിസിക്സ് ചോദിക്കുമ്പോൾ വല്ല മണ്ടന്മാരല്ലേ ചവിട്ടുനാടകം വിട്ട് കൊടുക്കത്തുള്ളൂ. ഞാൻ ചവിട്ടുനാടകം എൻസൈക്ലോപ്പീഡിയയുടെ ഒരു സ്കേമ ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് 40 പേജ് സെൻട്രൽ ഗവൺമെൻറ് വിട്ടുകൊടുത്തു. കൊടുക്കണ മുമ്പ് അമ്മയുടെ ഉമ്മയെ കൊണ്ട് മെന്തൊട്ടാക്കാൻ പറയും. നേരെ ചൊവ്വയുള്ള പ്രാർത്ഥനയാണ്, അല്ലാതെ പോളിഷല്ല. ഈ പ്രോജക്റ്റ് കൊണ്ടുപോകണ മുമ്പ് അതിൻ്റെ കുറേ കളക്ടറിൻ്റെ കത്ത്, MP-യുടെ കത്തൊക്കെ വേണം. അതിൻ്റെ അകത്ത് ഉള്ള പ്രീ റിക്വസ്റ്റായിട്ട് ഉള്ളതാണ് ഇതൊക്കെ. ഇതെല്ലാം മേടിച്ചു. പക്ഷേ പ്രോജക്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? കൊടുക്കണത് എന്താണ്? ചവിട്ടുനാടകത്തെക്കുറിച്ചുള്ള സാഹിത്യം, സംഗീതം, അതിന് നടനമുറകൾ, നാട്യശാസ്ത്രം, വിധിപ്രകാരമുള്ള ഒരു എൻസൈക്ലോപ്പീഡിയയുടെ പ്രോജക്റ്റാണ്. അപ്പോൾ തലയ്ക്ക് എന്തെങ്കിലും അസുഖമുള്ളവരല്ല മാത്രമേ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. ഫിസിക്സ് ചോദിക്കുമ്പോൾ ചവിട്ടാടം കൊടുക്കുക ഇല്ല. വിശ്വാസി എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലാണ്, വേറെ തലമാണത് വിശ്വാസം. അതാണ് പറഞ്ഞത്, ബന്ധമില്ലാത്ത വിഷയങ്ങളെ ബന്ധപ്പെടുത്തുന്നത് ദൈവത്തിലുള്ള വിശ്വാസം വഴി, പ്രത്യാശ വഴി, സ്നേഹം വഴിയുക. രസം എന്താണെന്നറിയാമോ? ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് അവിടുത്തെ കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേക ബോർഡാണ് തീരുമാനിക്കുന്നത്. അത് ആന്ധ്രയിലും ഗുജറാത്തിലൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ഈ മേഖല റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അമ്മ ആ സീനിയർ ഫെലോഷിപ്പ് എനിക്ക് വാങ്ങിച്ചു തന്നു. കേരളത്തിൽ ഒരാൾക്കേ ഉള്ളൂ. ഇതാണ് അൺറീസണബിൾ ഫെയ്ത്ത് എന്ന് പറയണത്. ഫെയ്ത്തിന് റീസൺ ഇല്ല. അവിടെ എന്താ വർക്ക് ചെയ്യണത്? സ്നേഹമാണ് വർക്ക് ചെയ്യണത്. അതാണ് അച്ഛമ്മ എല്ലാ നിൻ്റെ ഇല്ലായ്മയുടെയും നിൻ്റെ ഇപ്പോഴുണ്ടാകുന്ന പ്രാരാബ്ധങ്ങളുടെയും മേൽ ആരും എന്തെല്ലാം പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താ വിശ്വസിക്കേണ്ടത്? ദൈവത്തിലാണ് നമ്മളെ വിശ്വസിക്കേണ്ടത്. പക്ഷെ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഇത് കംപ്ലീറ്റ് വിശ്വാസത്തിന് ഏതാണ്ട് 3-4 രൂപങ്ങളുണ്ട്. കംപ്ലീറ്റ് ഫെയ്ത്ത് ഉണ്ട്, ഒരു ഹാഫ് ഫെയ്ത്ത് ഉണ്ട്, ഒരു ക്വാർട്ടർ ഫെയ്ത്ത് ഉണ്ട്. സാധാരണ വിശ്വാസം എന്ന് പറയുന്നത് ക്വാർട്ടർ ഫെയ്ത്താണ്. അതിൻ്റെ അകത്ത് ലവ് എലമെൻറ്റ് കുറവായിരിക്കും. ഈ ഉടമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടമ്പടി ചെയ്യണത് വിശ്വസിക്കുന്ന, ഇപ്പോൾ ബൈബിൾ എന്താ, ഇപ്പോൾ 1 കൊറിന്ത്യൻസ് 13:7 എന്താ വചനം? സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു, അല്ലേ? 1 കൊറിന്ത്യൻസ് 13:7 ഒന്ന് പറഞ്ഞേ. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സ്കാൻ ചെയ്തിട്ട് പറയും, എന്താ പറയണത്? സ്നേഹം എല്ലാം വിശ്വസിക്കും, പക്ഷേ വിശ്വാസം എല്ലാം വിശ്വസിക്കത്തില്ല, പ്രത്യാശ എല്ലാം വിശ്വസിക്കത്തില്ല. പറഞ്ഞാൽ മനസ്സിലായ? അപ്പോഴേ വിശ്വാസി
ഈ സ്നേഹത്തിലേക്ക് വളർന്നെത്തണം. ബൈബിൾ എന്താ പറയണത്? സ്നേഹം എന്ന് പറഞ്ഞേ, സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? ദൈവത്തോട് വിശ്വാസത്തെക്കാൾ ഉപരി എന്താ വേണ്ടത്? സ്നേഹമാണ് വേണ്ടത്. കാര്യം സ്നേഹമെല്ലാം വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെയുള്ള തിയോളജിക്കൽ വെർച്യു രണ്ടാമത്തെ എന്താണ്? പ്രത്യാശയാണ്. പ്രത്യാശയ്ക്ക് ഈ ക്വാളിറ്റി ഇല്ല. പ്രത്യാശ എല്ലാം വിശ്വസിക്കത്തില്ല. അതിൻ്റെ താഴെയുള്ള പിന്നത്തെ തിയോളജിക്കൽ വെർച്യു, ദൈവിക പുണ്യം എന്താ? വിശ്വാസമാണ്. വിശ്വാസം പ്രത്യാശയോടൊപ്പം പോലും വിശ്വസിക്കത്തില്ല. കാര്യം വിശ്വാസത്തിലൊക്കെ ഈ അവിശ്വാസത്തിൻ്റെയും അല്പവിശ്വാസത്തിൻ്റെയും കണ്ടൻറ്റുകൾ കയറിയിട്ടുണ്ടാകും. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തിലാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. ഇപ്പം പത്രോസിനോട് ഈശോ എന്താ പറഞ്ഞത്? പത്രോസ് കടലിന് മീതെ നടന്നു വന്നപ്പോഴേ പത്രോസ് എന്താ ഈശോയോട് പറഞ്ഞത്? കർത്താവേ, അങ്ങാണ് അതെങ്കിൽ കടലിൻ്റെ മീതെ വരാൻ, അങ്ങോട്ട് വരാൻ എന്നെയും അനുവദിക്കുക. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞു? വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് ഇറങ്ങി കടലിന് മീതെ നടന്ന് പകുതിയായപ്പോൾ എന്നാ സംഭവിച്ചത്? കാറ്റ് പ്രതികൂലമായി. അപ്പോഴുടനെ അവൻ്റെ വിശ്വാസം തുളുമ്പിപ്പോയി. പെട്ടെന്ന് അവൻ കടലിലേക്ക് മുങ്ങിപ്പോയി. അപ്പോൾ ഈശോ എന്നാ അവനെ വിളിക്കണത്? അതാണ് പ്രശ്നം. വിശ്വാസത്തിനകത്ത് തന്നെ അല്പവിശ്വാസമുണ്ട്. വിശ്വാസം പല വകുപ്പാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇത് 14 മത്തായിയുടെ സുവിശേഷം 14:31. മത്തായിയുടെ സുവിശേഷം 14:31. അല്പവിശ്വാസി സംശയിച്ചത് എന്തിന്? അപ്പോഴേ വിശ്വാസത്തിൻ്റെ അകത്ത് ഇപ്പോൾ ആഞ്ഞിലി എടുത്ത അതിൻ്റെ അകത്ത് വെള്ളയുണ്ട്, കാതലുണ്ടല്ലേ? ഈ വെള്ളയെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ദൈവിക പുണ്യങ്ങൾ വരുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ അംശം കുറഞ്ഞ് വരുമ്പോൾ അതനുസരിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോകും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസമല്ല എല്ലാം, ഇല്ലേ? നമ്മൾ പരസ്യമൊക്കെ കേൾക്കും വിശ്വാസമല്ല എല്ലാം എന്നൊക്കെ. ചുമ്മാ മനുഷ്യൻ്റെ കള്ളത്തരങ്ങൾ. വിശ്വാസമല്ല എല്ലാം, സ്നേഹമാണ് എല്ലാം. അതായത് പൗലോസ് പറയണത് സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. കാര്യം സ്നേഹത്തിൻ്റെ ഒരു വളർച്ചയാണത്. നമ്മളെപ്പോഴും നമ്മുടെ ഓരോ ഇൻസിഡൻ്റില്ലേ, ഇപ്പോൾ നിങ്ങൾ IELTS, നിങ്ങളുടെ തോൽവി, ജയം, ഇൻ്റർവ്യൂ, തോൽവി, അതുപോലെ തന്നെ വീട് വെപ്പ്, നമ്മൾ ബാങ്കിൽ അപേക്ഷ വെക്കുന്നു, അപേക്ഷ റിജക്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഓരോ വിസ എംബസിയിൽ പോകുന്നു, അല്ലെങ്കിൽ ഏജൻറ്റിനെ എടുത്ത് കൊടുക്കുന്നു, താമസിക്കുന്നു, ഇങ്ങനെ ഓരോ വിഷയങ്ങളല്ലേ. ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവേ എന്നെ നിൻ്റെ സ്നേഹത്താൽ നിറക്കണമേ. മനസ്സിലായില്ലേ? എവിടെയെങ്കിലുമൊക്കെ ഫ്ലോപ്പ്, ഇപ്പോൾ ഒരു IELTS ഒരു മൊഡ്യൂൾ പോയി, അപ്പം നിങ്ങൾ എന്നാ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവ് അടുത്ത IELTS മൊഡ്യൂൾ എനിക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ്, അടുത്ത പ്രാവശ്യം എനിക്ക് റീഡിങ് തന്നെ. എന്നിട്ട് ഈശോട് പറയും, ഈശോ റീഡിങ് തരുമ്പോൾ പിന്നെ റൈറ്റിംഗ് കളയരുത് കേട്ടോ, പണിയുണ്ടാക്കരുത് എന്ന് പറയും. ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ആ നഷ്ടപ്പെട്ട ഭാഗങ്ങൾ എന്താ നഷ്ടപ്പെട്ടിരിക്കുന്നത്? കർത്താവ് ആ ഭാഗം നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറക്കണമേ. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് എവിടെയെല്ലാം പറയും. ഇപ്പോൾ ലോൺ റിജക്റ്റ് ചെയ്യുമ്പോൾ ഇനി എന്ത് ചെയ്യും? ദൈവം ആ മാനേജറൊന്ന് മാറിയാൽ മതിയായിരുന്നു എന്നല്ല, നിങ്ങളാണ് മാറേണ്ടത്, മാനേജറല്ല മാറേണ്ടത്. ലോൺ റിജക്റ്റ് ചെയ്യുമ്പോൾ നിരാശപ്പെടുക, ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിക്കണം, നിങ്ങൾ അങ്ങോട്ട് മാറണം. എന്ത് ചെയ്യണം? എങ്ങനെ? എന്നിട്ട് എന്ത് ചെയ്യണം? കർത്താവേ എന്നെ സ്നേഹത്താൽ നിറക്കണമേ. എന്താണ് ഇങ്ങനെ സ്നേഹത്താൽ നിറക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരു ടൈം കഴിയും, അതിന് ദൈവത്തിന് മനസ്സിലാകും നിങ്ങൾ മെറ്റീരിയൽ അല്ലെന്ന് മനസ്സിലാകും. കാര്യം എന്നറിയാവാ, ഇപ്പം നമ്മൾ പരീക്ഷ ജയിച്ചാൽ നമുക്ക് എന്നാ പറ്റും? എന്നാ കിട്ടും? നമുക്ക് പരീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിസ പ്രോസസ്സ് കഴിയും, നമുക്ക് കയറിപ്പോകാൻ പറ്റും, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് കയറും, ജോലി കിട്ടും. ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് എന്നാ കിട്ടും? ശമ്പളം കിട്ടും. ശമ്പളം കിട്ടിയാൽ നിങ്ങൾക്ക് എന്നാ കിട്ടും? മര്യാദയ്ക്ക് എല്ലാം കഴിക്കാം, വീട് വെക്കാം, അല്ലേ? ഭക്ഷണം കഴിക്കാം, ഉടുപ്പ് മേടിക്കാം, വണ്ടി മേടിക്കാം, ഇങ്ങനെ കുറേ. അതാണ്. അപ്പോൾ ഇതെല്ലാം ചെന്ന് അവസാനിക്കണം എവിടെയാണ്? കാണപ്പെടുന്ന വിഷയങ്ങളിലാണ്, ദൈവത്തിലല്ലല്ലോ.
നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെന്ന് അവസാനിക്കണം എവിടെ ഇരിക്കും? കാണപ്പെടുന്ന വിഷയങ്ങളിലാണ് ചെന്ന്, ദൈവത്തിലല്ല. അതാണ് പ്രശ്നം. അപ്പോൾ കാണപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ദൈവമല്ലെന്നല്ലേ? കാണപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് ഈശോ എന്നാ പറയണത്? നല്ല നല്ല കാണപ്പെടുന്ന വിഷയങ്ങളുണ്ടല്ലേ. ദേവാലയം ഇങ്ങനെ മേൽത്തരം കല്ലുകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് ചിലർ വന്ന് ഈശോയോട് പറഞ്ഞു, സി ജീസസ് വാട്ട് മാഗ്നിഫിഷ്യന്റ് ദിസ് ചേർച്ച് ഈസ്, ദിസ് ടെമ്പിൾ ഈസ്. ഇത്ര മനോഹരമാണ് ഈ കല്ലുകൾ പാകിയ ഈ ദേവാലയം എന്ന് പറയുമ്പോഴേ, ഇത്രയും മനോഹരമായ ദൈവത്തിൻ്റെ ആലയം കണ്ടിട്ട് കർത്താവ് എന്താ പറയണത്? ഫണ്ടാസ്റ്റിക് എന്നാണ് പറയണത്. അല്ല, കാണുന്നതൊന്നും കേൾക്കുന്നതൊന്നും നിങ്ങളുടെ സാക്ഷ്യം പോലും കർത്താവിന് ഫണ്ടാസ്റ്റിക് അല്ല. കർത്താവ് പറയും, കാണുന്നതല്ല ഇതെല്ലാം, കാണുന്നതെല്ലാം തകർന്ന് കല്ലുമേ കല്ല് സൃഷ്ടിക്കാത്ത കാലം വരുമെന്ന്. ശ്രുതികട്ടെ ഹല്ലേലൂയ. അപ്പോൾ എന്തെങ്കിലും ഭൗതികമായ നാശമോ നഷ്ടമോ ഉണ്ടായാൽ ആ സെക്കൻഡിൽ എൻ്റെ മക്കൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ സ്നേഹത്താൽ നിറക്കണമേ. എന്താ കാര്യം എന്നറിയാവോ? സ്നേഹം എന്നും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? എന്നും നിലനിൽക്കുന്നതും എന്നും നിലനിൽക്കാത്തതുമായിട്ടാണ് ദൈവം ലോകത്തെ തിരിച്ചിരിക്കുന്നത്. കളിയറിഞ്ഞ് കളിക്കണം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും. സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. അതല്ലേ 1 കൊരിന്ത്യർ 13:13 വിശ്വാസം പ്രത്യാശ സ്നേഹം, അത് സ്നേഹം എപ്പോഴും നിലനിൽക്കുന്നുവെന്ന്. കാണുന്നതെല്ലാം തകർന്ന് കല്ലുമ്മേ കല്ല് ശേഷിക്കാത്ത കാലം വരുമെന്ന് ലൂക്കാ 21:6 ഈശോ പറയുമ്പോൾ ഈശോ എന്താണ് ലോകത്തെ കണ്ടത്? എന്നും നിലനിൽക്കുന്നതും തകർന്ന് മണ്ണടിയുന്നതുമായിട്ട് 2 കാര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ദൈവവേദനാണ് നീയെങ്കിൽ ഞാനും നീയും എന്തിലാണ് ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്? കാണുന്നതിലോ കാണാത്തതിലോ? കാണാത്തതിൽ. എന്താ കാര്യം എന്നറിയാവോ? ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ വരുമ്പോൾ, ഇതുപോലെ നല്ല അവസരങ്ങൾ വരുമ്പോൾ നമ്മുടെ ഷെയർ ഇറക്കി നമ്മൾ ബിസിനസ് ചെയ്യാൻ പഠിക്കണം. ഭൗതികമായ മെറ്റീരിയൽ നഷ്ടം ഉണ്ടാകുന്ന സമയത്ത് അതെല്ലാം വലിയ ഷെയറാണ്. ആ സമയത്ത് ദൈവസ്നേഹം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. കരയരുത്, ആരോടും സങ്കടം പറയരുത്, നിരാശപ്പെടരുത്. പറ്റുമെങ്കിൽ നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവൃത്തി കൂട്ടണം. മറിച്ച് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു രോഗിയെ കണ്ട പാട്ട സ്ഥലത്ത് നീ IELTS നോക്കണമെങ്കിൽ പിറ്റേ ആഴ്ച പോയി 2 രോഗിയെ കണ്ടിട്ട് കർത്താവിനെ ഞാൻ സ്നേഹിക്കണമെന്ന് പറയണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാര്യം നിൻ്റെ ഭൗതികമായ എല്ലാ ആനുകൂല്യങ്ങളെക്കാൾ വലുതാണ് നിനക്ക് ദൈവം. ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ യോഹന്നാൻ പറയും, ദൈവം സ്നേഹമാണ്, മൈൻഡ് ഇറ്റ്. ബട്ട് അവിടുന്ന് ആദ്യം നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ വീണ്ടെടുപ്പിനായി അവൻ വില കൊടുത്തു എന്നതിലാണ് സ്നേഹമെന്ന് കൈയടിച്ച് കർത്താണ്. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസത്തെ പണയം വെക്കാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന്. അപ്പോൾ പ്രത്യാശയിലേക്ക് നീ കടക്കും. അച്ഛൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ബൈബിള് ലോകത്തെ എങ്ങനെ കാണുന്നു, അത് ദൈവം ലോകത്തെ എങ്ങനെ കാണുന്ന പോലെ ഇരിക്കും. ദൈവം ലോകത്തെ എങ്ങനെ കാണുന്നു, അതാണ് ഒരു വിശ്വാസി ദൈവപൈതലും ലോകത്തെ കാണേണ്ടത്. അതുകൊണ്ടാണ് ആ വീക്ഷണമായിരിക്കണം ലോകത്തെ ജയിക്കാനും പരാജയങ്ങളെ പ്രതിരോധിക്കാനും അതിജീവിക്കാനും നിന്നെ സഹായിക്കേണ്ടത്. ഞാൻ അച്ഛൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്നറിയാവോ? പത്രോസിനൂടെ നമുക്കറിയാമല്ലോ, പത്രോസിന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പത്രോസിൻ്റെ 1ാമത്തെ പ്രസംഗം കഴിഞ്ഞ് 2ാമത്തെ പ്രസംഗം നടത്തുന്ന ബൈബിളിലൊരു ഭാഗമുണ്ട്. മുടന്തനെ സൗഖ്യപ്പെടുത്തി കഴിഞ്ഞ് ഫരിസേയരും പള്ളിപ്പോലീസും കൂടി ദേവാലയ പോലീസും കൂടി അവനെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ പത്രോസ് അവരോട് ചോദിക്കും, ഞങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ മുടന്തനെ കർത്താവ് ചെയ്ത ഒരു നല്ല കാര്യത്തിൻ്റെ പേരിലാണോ എന്ന് ചോദിക്കുമ്പോൾ, എന്തധികാരത്തിലാണ് നീ ഇത് ചെയ്യണമെന്ന് ദേവാലയ അധികാരികൾ അവനോട് ചോദിക്കും. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച കർത്താവിനെ ദൈവം ക്രിസ്തുവായി ഉയർത്തെഴുന്നേൽപ്പിച്ചു,
അപ്പോൾ അവർ പറയും അവൻ്റെ നാമം ഇനി നീ മിണ്ടിപ്പോകരുതെന്ന് പറയും. അപ്പോൾ പത്രോസ് ചോദിക്കും, ഞങ്ങൾ പിന്നെ ദൈവത്തെയാണോ അനുസരിക്കേണ്ടത് അതോ നിങ്ങളെയാണോ അനുസരിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറയാൻ പറയും. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഒരു വിവരമില്ലാത്ത ആൾക്കാർ ഇത്രയും വലിയ വർത്തമാനം പറഞ്ഞാൽ എന്താണെന്ന്. അതാണ് നടപടി പുസ്തകത്തിൻ്റെ 4:13. വിദ്യാവിഹീനരായ മനുഷ്യരെന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കണതെന്ന്. ഇപ്പോൾ പത്രോസ് ആരാണ്? വിദ്യാഭ്യാസം കുറഞ്ഞ ആളാണെന്ന് വ്യക്തമാണ്. പക്ഷേ പത്രോസ് വേറൊരു സംഭവം പറയും. എയ്ൻസ്റ്റീൻ പറയുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് പത്രോസ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ ദിനത്തിൽ ആറ്റം ഡിഫ്യൂഷൻ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ മനുഷ്യൻ പറഞ്ഞതാണ്. കർത്താവിൻ്റെ ദിനം വരുമ്പോൾ ആറ്റം ഡിഫ്യൂഷൻ സംഭവിക്കും, മൂലപദാർത്ഥങ്ങൾ വെന്തുരുകും. അതാര് പറഞ്ഞതാണ്? 2 പത്രോസ് 3:10. ഈ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത് മൂലകങ്ങൾ കൊണ്ടാണ്. മൂലകങ്ങളുടെ ബേസിക് എന്താണ്? തന്മാത്രയാണ്. തന്മാത്രയുടെ ബേസിക് എന്താണ്? അണുവാണ്. ഈ മൂലപദാർത്ഥങ്ങൾ അത് ഡിസോൾഡ് ആകും. പത്രോസിൻ്റെ പ്രസംഗമാണ്. അപ്പോൾ പത്രോസ് വിവരമില്ലാത്തതാണോ? പത്രോസിൻ്റെ വിവരം എന്ന് പറയുന്നത് ദൈവജ്ഞാനമാണ്. ഈ ദൈവജ്ഞാനം എന്താണ് പത്രോസ് പറയണത്? ഈ പദാർത്ഥം എപ്പോഴായാലും ഡിസോൾവ് ആകും. അതുതന്നെയാണ് ഈശോ പറഞ്ഞത്. കാണുന്നതെല്ലാം തകർന്ന് കല്ല് ശേഷിക്കാത്ത കാലം വരുന്നുവെന്ന് ലൂക്കായുടെ 21:6 പറയണത്. മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുമെന്ന് 2 പത്രോസ് 3:10 പറയണതും ഏതാണ്ട് ഒരേ വചനമാണ്. എന്താണ് കാര്യമെന്നറിയാവോ? ഇതിലൊന്നും നമ്മൾ വിശ്വാസി അമിതമായി പ്രത്യാശ വെക്കരുത്. ദൈവത്തിൽ മാത്രമായിരിക്കണം നീ പ്രത്യാശ വെക്കുന്നത്. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നിൻ്റെ പരാജയത്തിന് നിൻ്റെ മനസ്സിനെ ഈടറിവ് ചെയ്യരുത്. എന്താണ്? ഇതെല്ലാം കടന്നു പോണതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ കടന്നു പോവുകയില്ലെന്ന് കൈയടിച്ച് കരുതാണ്. ശരിയ കൊണ്ടോ സങ്കടം കൊണ്ടോ നിങ്ങളെ കീഴ്പ്പെടുത്തി കളയരുത്. മറിച്ച് അവിടെ എന്താ ചെയ്യേണ്ടത്? ഈ മാറ്റർ നിങ്ങൾക്ക് സൗഖ്യം. ഇപ്പോൾ ലാസ്റ്റ് ഉയർത്തെഴുന്നേറ്റിട്ടും ആ മനുഷ്യൻ പിന്നീട് മരിച്ചു ഇല്ലേ? അത് അങ്ങനെ കുഴിമാടം, 2ാമത് മരിച്ച ലാസ്റ്ററിൻ്റെ കുഴിമാടം പോലും നമുക്കറിയത്തില്ല. അപ്പോൾ എത്ര ഭൗതികമായ പുനരുദ്ധാനം ഉണ്ടായാലും എപ്പോഴായാലും ഇത് ഡിസോൾവ് ആയി പോകും. ഇന്നല്ലെങ്കിൽ നാളെ ഡിസോൾവ് ആയി പോകുന്ന, വെന്തുരുകുന്ന, ശിഥിലമാകുന്ന വിഷയങ്ങളിൽ നീ അമിതമായി സങ്കടം കാണുമ്പോൾ നീ ദൈവത്തെയല്ല ആരാധിക്കണത്, പദാർത്ഥത്തെയാണെന്ന് ദൈവത്തെ മനസ്സിലായാൽ 1-ാം പ്രമാണത്തെ ലംഘനമായി അത് മാറും. അമിതമായ ദുഃഖങ്ങൾ കൊണ്ടാണ് പ്രശ്നങ്ങൾ. അമിതമായ ദുഃഖങ്ങളുടെ സമയത്ത് എന്താ ചെയ്യേണ്ടത്? അമിതമായ ദൈവസ്നേഹം കൊണ്ട് അതിനെ നിറക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയും, ദ ലോർഡ് ഗോഡ് ഈസ് മൈ പോർഷൻ കപ്പ്. എന്താ പറഞ്ഞത്? കർത്താവാണ് എൻ്റെ അവകാശവും ഓഹരിയുമെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, എന്തെങ്കിലും പരാജയമോ സങ്കടമോ ഇച്ഛാഭംഗമോ ഉണ്ടാകുമ്പോഴേ അതിൽ മനസ്സിനെ അടിപ്പെടുത്തി കളയാതെ നിന്റെ സ്നേഹത്താൽ നിന്റെ സ്നേഹത്തെ പ്രവർത്തനങ്ങളിലൂടെ പ്രഘോഷിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഞെരുക്കങ്ങളെ അതിജീവിക്കുവാൻ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16:33 പ്രാർത്ഥിക്കുന്ന ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്ന കർത്താവേ, ലോകത്തെ ജയിക്കുന്ന ദൈവ സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ തകർച്ചയില്, എൻ്റെ പരാജയങ്ങളില് ലോകത്തെ ജയിക്കുന്ന ദൈവ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. ഇതൊരു ആധ്യാത്മിക ഉടമ്പടിയിലിരിക്കുന്ന ആൾക്കാരുടെ ഒരു ആധ്യാത്മിക അഭ്യാസമാണ്. ഈ വഴികളിലെ ദൈവം അറിഞ്ഞുകൊണ്ടും ചില സമയത്ത് ചില ഞെരുക്കങ്ങൾ തരും. പക്ഷേ അതൊന്നും ശാശ്വതമല്ല. നിനക്ക് ടെസ്റ്റ് അടിക്കുമ്പോൾ നീ പ്രതിരോധിച്ച് നിൽക്കണം അതിനെതിരെ.
മനസ്സിലായില്ലേ? എല്ലാത്തിൻ്റെ പരിഹാരം ഉടമ്പടി തന്നെയാണെന്ന് ഇന്നൊരു ചേട്ടൻ സാക്ഷ്യം പറഞ്ഞില്ലേ? എന്നാ ചേട്ടായി പറഞ്ഞത്? 25 കൊല്ലമായിട്ട് ഞാൻ പുകവലിക്കുന്ന ആളായിരുന്നു. ഉടമ്പടി ചെയ്തിട്ട് ഞാൻ ചങ്ങനാശ്ശേരി പുഴവഴിക്ക് പുകവലിച്ചിട്ട് വണ്ടിയിൽ കയറിയെന്നൊക്കെ പറഞ്ഞില്ലേ? പിന്നെ അപ്പോഴും വണ്ടി ഇരുന്നപ്പോൾ ഒരു കർത്താവ് എനിക്കൊരു വചനം തന്നു. എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക. അവനെന്താ പറഞ്ഞത്? കൊല്ലരുത് എന്നല്ല അവൻ പറഞ്ഞത്, ഇല്ലേ? എൻ്റെ അർത്ഥം എന്താണ്? ശരീരത്തെ കൊല്ലരുത്. മദ്യപിക്കണം, പുകവലിക്കണതും ശരീരത്തെ കൊല്ലണം. അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളത് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ 25 കൊല്ലമായി എൻ്റെ പുകവലി കർത്താവ് എടുത്തു മാറ്റിയെന്ന്. എല്ലാത്തിൻ്റെയും പരിഹാരം അത് തന്നെയാണ്. അവൻ പറയണ പോലെ ചെയ്യണത് തന്നെയാണ്. അവൻ പറഞ്ഞതുപോലെ ജീവിച്ചുകൊള്ളാം. ഇപ്പോൾ ക്യാൻസർ ആയാലും നമ്മൾ ഉത്തരം എന്താണ്? അതിന് ജീവിക്കണം. ഉത്തരം എന്താണ്? അവൻ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കാം. കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് നമ്മൾ ജീവിക്കാം. പരിശുദ്ധ പ്രവർത്തനം ചെയ്ത് നമ്മൾ ജീവിക്കും. നമ്മളെ വിശുദ്ധീകരിക്കും. നമ്മുടെ വിശുദ്ധി കൊണ്ട് മറ്റുള്ളവരെ വിശുദ്ധീകരിക്കും. നമ്മളെ ശക്തീകരിക്കും. നമ്മുടെ ശക്തി കൊണ്ട് മറ്റുള്ളവരെ ശക്തീകരിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾക്ക് ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് കൈ കിട്ടാത്ത എല്ലാത്തിൻ്റെയും അടയാളം എന്താണ്? ദ ലോർഡ് ഗോഡ് ഈസ് മൈ പോർഷൻ കപ്പ്. അത് തന്നെയാണ് നമുക്ക് പദാർത്ഥം മാത്രമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടാത്തൊരു വിഷയം. ഇപ്പോൾ നീ ഒരു സ്ഥലം നീ ഒത്തിരി ആഗ്രഹിച്ചതാണ്. പക്ഷേ ആ സ്ഥലം കൊടുക്കുന്ന സമയം വന്നപ്പോൾ നിൻ്റെ കാശില്ല, നിൻ്റെ ശത്രുവായിരിക്കും ആ സ്ഥലം മേടിച്ചത്. അപ്പോൾ നീ 2 ദിവസം പ്രാർത്ഥിക്കാതിരിക്കുമോ? ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച സ്ഥലം എനിക്ക് കിട്ടാനും പറ്റിയില്ല, കണ്ടവൻ കൊണ്ടുപോവുകയും ചെയ്തില്ല. ദൈവം ഇത്രയും വലിയ കരുണ എന്നോട് ഇത്രയും വലിയ നിരാകരണം കാണിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമാണ്. നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ആ സ്ഥലം കിട്ടാത്തതിലാണ് നീ സങ്കടപ്പെടുന്നത്. സ്ഥലമാണ് വലുത്, നിൻ്റെ കർത്താവാണ് വലുത്. അത് നീ തീരുമാനിക്കണം. ലേവായന് വേണ്ടി ജോഷുവ എല്ലാ ഈ വാഗ്ദാനം നാട് പ്രാപിച്ചു കഴിഞ്ഞപ്പോഴേ മനേസയ്ക്കും ബെഞ്ചമിനും യൂദായ്ക്കും എല്ലാ ഗോത്രങ്ങൾക്കും 10 പട്ടണങ്ങൾ, 13 പട്ടണങ്ങൾ, 25 പട്ടണങ്ങളെല്ലാം വിധിച്ചു കൊടുത്തു. ലേവായന് കൊടുത്തില്ല. ലേവായൻ ഞങ്ങളുടെ ഭൂമി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനാസയുടെ കുറച്ച് ഉപയോഗിക്കാം, ബെഞ്ചമിൻ്റെ കുറച്ച് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പർട്ടിക്കുലറായിട്ട് ഭൂമി കൊടുക്കാതിരുന്നപ്പോഴേ അവർക്കൊരു സങ്കടം പോലെ തോന്നിയപ്പോഴേ ജോഷുവ അവരോട് പറഞ്ഞു, മോസസ് ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിട്ടില്ലേ, അഹറോൻ്റെ പിന്മുറക്കാരിലെ നിങ്ങൾ യൂദയുടെ 3ാമത്തെ മകനല്ലേ ലേവി, നിൻ്റെ ഓഹരി ആരാണ്? നിൻ്റെ ഓഹരി നിൻ്റെ കർത്താവാണെന്ന്. അതാ നിയമാവർത്തനം 18:2. ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് കിട്ടാത്ത എല്ലാ അനുഗ്രഹങ്ങളും നിന്നോട് പറയാതെ പറയണത് എന്താണ്? ക്യാഷ് ആൻഡ് കൈൻഡും ടാൻജിബിളുമല്ല, കാണപ്പെടുന്നതല്ല, അതെല്ലാം എന്തിരിക്കുന്നതും നഷ്ടപ്പെടുന്നതുമാണെങ്കിൽ നഷ്ടപ്പെടാത്ത കർത്താവായിരിക്കും. കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയും കിട്ടാത്ത അനുഗ്രഹത്തിലൂടെ നിനക്ക് കിട്ടാൻ പോകുന്ന ദൈവത്തിനെ കൈകെട്ടിച്ച് കർത്താവ്. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏതെങ്കിലും വിഷയം നീ കൊതിച്ചാഗ്രഹിക്കണത് നിനക്ക് കർത്താവ് തരാതിരുന്ന നീ നിയമാവർത്തനം 18:2 ഓർക്കണം. അതെന്താണ്? അതിനേക്കാൾ വലുതാണ് നിനക്ക് തരണത്. ആരാണത്? വെന്തുരുകാത്ത ശിഥിലമാകാത്ത കർത്താവ് തന്നെയാണ്. കർത്താവ് തന്നെ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലോകത്തിൻ്റെ അപ്പുറത്തേക്കും നിനക്ക് ഓഹരിയായി കിട്ടിയിരിക്കുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉടമ്പടി ചെയ്യുന്നവരെ അല്ലെങ്കിൽ ദൈവത്തോട് ഉടമ്പടി ചെയ്യാത്തവരാണെങ്കിലും ദൈവത്തോടടുക്കുന്നവരെ ആദ്യം തന്നെ മനസ്സിനെ
ദൈവസ്നേഹം ഒന്നാമത്തെ കാര്യമായി ലക്ഷ്യം വെച്ച് പറഞ്ഞ് മനസ്സിനെ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. നിസ്സാര കാര്യമല്ലത്. നമ്മൾ 1 കൊറിന്ത്യസ് 14:1 വായിക്കണത്, സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർക്കും നമ്മളെ പരാജയപ്പെടുത്താനോ ഒന്നിനും നമ്മളെ സങ്കടപ്പെടുത്താനോ പറ്റത്തില്ല. അത് 16:33 അനുസരിച്ച് കൊണ്ട് സ്നേഹം നിറഞ്ഞ് ആണ് നമ്മൾ ലോകത്തെ കീഴടക്കണത്. പറഞ്ഞ മനസ്സിലായ? ലോകം നമുക്ക് എപ്പോഴായാലും ഇച്ഛാഭംഗം തന്നിരിക്കും. അത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷെ നമുക്ക് പേടിയില്ല. കാരണം എന്താ? കാണുന്നതെല്ലാം എപ്പോഴായാലും തകരും. തകരാത്തത് എന്താണ്? കർത്താവിൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ നിനക്ക് താമസിക്കുകയോ കിട്ടാതിരിക്കുകയോ ചെയ്താൽ ഉടനെ നീ ദൈവസ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെയെല്ലാം ദൈവസ്നേഹത്തോടെ നീ വീണ്ടും മുമ്പത്തേക്കാൾ ഉശിരോടെ പ്രവർത്തിക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ കർത്താവിൻ്റെ വചനം നിറവേറും. എന്താണ്? ദൈവം തന്നെയായി നിൻ്റെ ഓഹരി മാറും. കാണപ്പെടാത്തതും, അതായത് നമ്മൾ കാണുന്നതും തകർന്നു പോണതും മാറ്റിയിട്ട് തകരാത്ത, ഒരിക്കലും അസ്തമിക്കാത്ത ദൈവസ്നേഹത്താൽ ദൈവവേദനെ നീ അത് ആർജിക്കാൻ വേണ്ടി ദൈവം നിന്നെ ഒരുക്കുകയാണെന്ന് നിൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് നിനക്ക് ആന്തരിക ബോധ്യം തരും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിഷമസന്ധികളിലെ പരാജയങ്ങളിലെ ദൈവസ്നേഹത്തിൻ്റെ അനന്ത സാധ്യത പരിശുദ്ധാത്മാവിൽ വിവേചിച്ചറിഞ്ഞ് ലോകത്തെ ജയിക്കുവാൻ എന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം കൊണ്ടും ആനന്ദം കൊണ്ടും ക്ഷമ കൊണ്ടും നന്മ കൊണ്ടും വിശ്വസ്തത കൊണ്ടും സൗമ്യത കൊണ്ടും എന്നെ നിറക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ ദൈവം നീ ഇങ്ങനെ ഉറക്കമില്ലാതെ വേദനിച്ചും ബന്ധനീറിയും ജീവിക്കാൻ ആഗ്രഹിക്കണില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് പകുതി മുക്കാൽ സമയവും ഈശോ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയായിരുന്നു. രോഗസൗഖ്യം നൽകിയും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തും. കർത്താവിൻ്റെ സാന്നിധ്യം അത് അക്കാലത്ത് മാത്രം ഉണ്ടായിരുന്നൊരു വിഷയമാണെങ്കിൽ സുവിശേഷം ഒരു നോൺസെൻസ് ആയിപ്പോയേന. ഈശോ പറഞ്ഞു, ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. 1.5 കൊല്ലത്തേക്ക് വേണ്ടിയുള്ള അത്ഭുതങ്ങളല്ല, അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ അവസാനം വരെ ഞാൻ നിങ്ങളെ സന്ധിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന കർത്താവേ, മഹത്വം ദൈവമേ, ആരാധന ദൈവമേ, മഹത്വം കർത്താവേ, ആരാധന കർത്താവേ, മഹത്വം ഈശാരാധന കർത്താവേ, മഹത്വം ദൈവമേ, ആരാധന. പ്രിയമുള്ളവരെ, ഇപ്പോഴും നമ്മൾ ജീവിത സമ്മർദ്ദങ്ങളുടെ മേലെ സമർപ്പണ പ്രാർത്ഥന നടത്തുന്ന സമയമാണ്. ലാസ്റ്റ് ഭാഗം നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥന പ്രവേശിക്കാം. ജീവിത സമ്മർദ്ദം എന്താണെന്ന് അച്ഛനെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാവോ? ഇപ്പോൾ വിവാഹം താമസിക്കണത്. ഇപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, എന്നാ പറഞ്ഞത്? അച്ഛൻ ഇടയ്ക്ക് പറയാറുണ്ട്, നിങ്ങൾ 4 കാര്യം എഴുതിയാൽ മതി, 2 കാര്യം മരിയൻ ഓപ്ഷനാണെന്ന് പറയും അല്ലേ? മരിയൻ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് യുക്തമെന്ന് തോന്നണ കാര്യങ്ങളാണ്. അത് ചിലർ 2 കോളം വിടും. അപ്പോൾ കൗൺസിലർ അവരോട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കോളം വെറുതെ വിട്ടാൽ പോരാ, എഴുതി വെക്കണം അമ്മയുടെ നിയോഗമെന്ന്. അമ്മയുടെ നിയോഗമെന്ന് അവിടെ എഴുതി വെക്കണം. ആ കൗൺസിലർ വളരെ പ്രൂഡൻ്റായിട്ടാണ് ചെയ്തത്. ഞാനവരോടത് പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു, പക്ഷേ അവരങ്ങനെ പറഞ്ഞു, നിങ്ങൾ എഴുതി വെക്കണം അവിടെ. അപ്പോൾ അവരുടെ വിശ്വാസം കണ്ടില്ലേ, ആ കൗൺസിലിൻ്റെ വിശ്വാസം കണ്ടില്ലേ, നിങ്ങൾ എഴുതി വെക്കണം ഇനിയുള്ളത് അമ്മയുടെ നിയോഗമെന്ന്. അപ്പം അമ്മയുടെ നിയോഗത്തിൽ എന്താ ഉള്ളത്? കാൽക്കാശില്ലെങ്കിലും മകളെ കല്യാണം കഴിപ്പിക്കും അമ്മ. അതാണ് അമ്മയുടെ നിയോഗം.
കാര്യം നമ്മളുടെ കാര്യം ചില കാര്യങ്ങൾ നടക്കുക. എപ്പോൾ നടക്കാനാണ്? കയ്യിലൊന്നും ഇല്ലല്ല. ഇപ്പോൾ എഴുതി വെച്ച് അങ്ങനെ കല്യാണം എന്നാൽ കാശ് കൊടുത്ത് കിട്ടും. മകളുടെ കല്യാണം എന്നാണ് ആ ചെറുതി എഴുതാഞ്ഞത്. എങ്ങനെ കല്യാണം എങ്ങനെ ഒത്തുവന്ന കൈ കാശില്ലാത്തത് കൊണ്ട് അത് പിന്നീട് കാശ് വരുമ്പോൾ എഴുതാമെന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാശ് അമ്മയുടെ കയ്യിലുണ്ട്, ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളുമുണ്ട്. മരിയൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഉടമ്പടി 1 കൊല്ലം റൺ ചെയ്തപ്പോൾ അമ്മ എന്നോട് പറഞ്ഞതാണ്, ജനങ്ങൾ എഴുതുന്നത് പലതും ആലോചിച്ച് അവർക്ക് അപ്രസക്തമായ കാര്യങ്ങളാണ്, അതുകൊണ്ട് കോളം വിട്ടേക്കാൻ പറയാൻ പറഞ്ഞു. അന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറയും, കോളം വിട്ടേക്കാൻ പറയും. 6 എഴുതി വെക്കേണ്ട, 2 അമ്മയ്ക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ 1 അമ്മയ്ക്ക് കൊടുക്കുക, അമ്മ നിശ്ചയിക്കട്ടെ എന്ന്. ഈ വിഷയങ്ങളെല്ലാം വളരെ സീരിയസ് ആണ് ദൈവത്തിന്. കാനായിലെ കല്യാണ കുടുംബത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിന് ഈശോ മറുപടി പറഞ്ഞു എന്ന് നമ്മൾ പറയും. പക്ഷേ ഈശോ മറുപടി പറയാൻ എന്താ കാരണം? ഈശോ ആ കല്യാണത്തിൽ പങ്കെടുത്തത് കൊണ്ടാണ്, അല്ലേ? ഈശോ അവിടെ ഉണ്ടായിരുന്നതാണ് പ്രാധാന്യമുള്ള കാര്യം. ഈശോ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അമ്മ എന്ത് ചെയ്തേനോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈശോ ആ കല്യാണത്തിൽ പങ്കെടുത്തു. നമ്മുടെ സന്തോഷങ്ങളിൽ കർത്താവ് പങ്കെടുക്കും, കർത്താവും അമ്മയും പങ്കെടുക്കും. നമ്മുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ദുഃഖങ്ങളിലും പങ്കെടുക്കും. അത് നീ ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാശ് രൂപമൊക്കെ തരണത്, ആരും കൈമാറ്റം ചെയ്തെന്ന് പറയണത്. അത് ഉടമ്പടി പ്രകാരം ജ്ഞാപകമാണ്, ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. സൂക്ഷിക്കണം നിങ്ങളത്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് മക്കളില്ലാത്തവർക്കും കല്യാണം ഒത്തുവരാത്തവർക്കും ജോലി ഇല്ലാത്തവർക്കും ഉള്ള ജോലി കൊണ്ട് ജീവിക്കാൻ പറ്റാത്തവർക്കും വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർക്കും വാടകയ്ക്ക് താമസിച്ചിട്ട് ഭയങ്കര പ്രയാസം അനുഭവിക്കുന്നവർക്കും വീടില്ലാത്തവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് വീടുണ്ടാകാം, പക്ഷേ അപ്പം നിങ്ങളുടെ അടുത്ത് ആർക്കെങ്കിലും വീടില്ലെങ്കിൽ അവരെ നിങ്ങളെപ്പോഴും ഈ സമയത്ത് ഓർക്കണം. അല്ലാതെ നിങ്ങൾ മിണ്ടാണ്ട് നിൽക്കരുത്. കാര്യം ഇവിടെ നിങ്ങൾ മിണ്ടാതെ നിൽക്കണത് ഒരു മൈതാനത്തല്ലെന്ന് ഓർക്കണം, കർത്താവിൻ്റെ മുമ്പിലാണ്. ഇതെൻ്റെ കാര്യമല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ കാര്യം വരുമ്പോൾ കർത്താവും ഞാനീ നാട്ടുകാരല്ലെന്ന് പറഞ്ഞ് നിൽക്കും. കാര്യം ദൈവസ്നേഹത്തിൽ ഇതെല്ലാം വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മക്കൾ ഉണ്ടെങ്കിൽ, മക്കളില്ലാത്തവർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരെ നിങ്ങളിവിടെ ഓർക്കണം. നിങ്ങൾക്ക് ജോലിയുണ്ട്, പക്ഷേ ജോലി ഇല്ലാത്തത് കൊണ്ട് പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരായാലും നിങ്ങൾ ഓർക്കണം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം നിറയുമ്പോൾ എല്ലാത്തിനും ഒരു തീരുമാനമാകും. കർത്താവായ ദൈവമേ, മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ, മക്കൾക്ക് രോഗങ്ങളുള്ളവരെ സ്പർശിക്കണമേ, ഗർഭിണികൾക്ക് അവിടെ ഉദരത്തിലെ ഉരുവായ കുഞ്ഞിന് ജനിതക വൈകല്യമുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ, കർത്താവെ സ്പർശിക്കണമേ. ഭവനരഹിതരെ ഏറ്റെടുക്കണമേ. വീട്ടിലേക്ക് പോകാൻ വഴിയില്ലാത്തവരെ, അതിന് കേസ് നടന്നുകൊണ്ടിരിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവേ, എല്ലാ തരത്തിലും വരുമാന മാർഗങ്ങൾ മുട്ടിപ്പോയവരെ, സാമ്പത്തിക ബാധ്യതകളാൽ വല്ലാതെ തകരുന്നവരെ, അമ്മേ പരിശുദ്ധമ്മേ, ഈ നിമിഷം ഈശോയോട് പറഞ്ഞ് എത്രയും വേഗം സങ്കട നിവർത്തി വരുത്തണമേ. ശ്രുതികട ഹല്ലേലൂയ. ഈശോയെ, വരുമാനമില്ലാത്തവർ, മക്കളില്ലാത്തവർ, കർത്താവേ, അനുയോജ്യമായ പങ്കാളിയെ കിട്ടാത്തവർ എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവെ ഏറ്റെടുക്കണം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, സ്തോത്രം കർത്താവേ, ആരാധന കർത്താവേ, മഹത്വം കർത്താവേ, ആരാധന കർത്താവേ. നൈപുണ്യ പരീക്ഷകൾ, അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇൻ്റർവ്യൂ, ടെസ്റ്റ്,
ജോലിക്ക് വേണ്ടിയുള്ള യാത്രകൾ ഒക്കെ നിശ്ചയിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് കർത്താവായ ദൈവമേ, വിദ്യാഭ്യാസ മേഖലയെ അങ്ങേക്ക് സമർപ്പിക്കുന്ന എല്ലാ നൈപുണ്യ പരീക്ഷകളും എല്ലാ മത്സര പരീക്ഷകളും എല്ലാ യോഗ്യത പരീക്ഷകളും അവയുടെ തീയതികളും അതിൽ തോറ്റുപോയവരെ റിവാലുവേഷന് റീകൗണ്ടിങ്ങിന് കൊടുത്തിട്ടുള്ളവരെ പുതിയ ഡേറ്റ് എടുക്കാൻ നിശ്ചയിച്ചവരെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ കൃപ നിറയട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ, മനുഷ്യൻ്റെ ശക്തിയാലല്ല, യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കൃപയാൽ ഉന്നതമായ വിജയം കൈവരിക്കുവാൻ കർത്താവെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ പരീക്ഷകളും, എല്ലാ നൈപുണ്യ പരീക്ഷകളും, എല്ലാ ഇന്റർവ്യൂകളിലും കർത്താവേ പോലീസ് വഴക്ക് കേസുകൾ, കോടതി കേസുകൾ, മക്കൾ ചില ദുർനടപ്പിലും ദുർബന്ധങ്ങളിലും ഒക്കെ ചെന്ന് അകപ്പെട്ടിരിക്കുന്നവർ, അതിർത്തി തർക്കങ്ങൾ, ഭാഗ ഉടമ്പടി നടക്കാത്തവർ, നമ്മുടെ പോർഷൻ നമുക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു, പക്ഷേ തിരിച്ചു തരാനുള്ളവർ തരാതിരിക്കണ ചതിക്കപ്പെട്ടവർ, അവിടെ എല്ലാം വിടുതലിന് വേണ്ടി അമ്മ ഇടപെടുന്ന സമയമാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ. അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, എല്ലാ മക്കളുടെ കണ്ണുനീർ ആവശ്യങ്ങളുടെ മേലെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ കോടതി കേസുകൾ കർത്താവേ, വഞ്ചിക്കപ്പെട്ടിട്ടുള്ളവരെ എല്ലാവരും സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവെ കരുണ ചൊരിഞ്ഞ് അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഓരോ വിഷയങ്ങൾ ഉടമ്പടിയിലുള്ളത് നിങ്ങൾ ഓർക്കുക. ഈ സമയത്ത് രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പോകുന്ന മുമ്പ് ഇപ്പോഴും ഭൗതികമായ ചില വിഷയങ്ങൾ നമ്മുടെ മനസ്സിനെ സങ്കടപ്പെടുന്നുണ്ടാകാം. ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് കഴിയുന്ന അവസ്ഥയാകാം. ചിലപ്പോൾ കേസിന് കോടതിയിൽ കേസായ വിഷയമാകാം. ചിലപ്പോൾ മ്യൂച്വലായിട്ട് പിരിയാൻ വേണ്ടി തീരുമാനിച്ച പൈശാചിക തീരുമാനമാകാം. ചിലപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തി ജീവിക്കുന്ന ആൾക്കാരുടെ ദ്രവ്യ ആസക്തികൾ നിൻ്റെ കൗദാസ്യ ബന്ധത്തെ തല്ലി തകർത്ത നിസ്സഹായാവസ്ഥയിലാകാം നീ. ചിലപ്പോൾ ബിസിനസ് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാകാം. ചിലപ്പോൾ നിൻ്റെ വരുമാന മാർഗങ്ങളിൽ നിനക്ക് വേണ്ടത്ര വരുമാനമില്ലാതെ താഴേക്ക് ബിസിനസ് അധപ്പതിക്കുന്ന സമയമാകാം. ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ ജോലിയില്ല, ഉള്ള ജോലി നഷ്ടപ്പെടാൻ പോകുന്നു, പിരിഞ്ഞുപോയ കമ്പനിയിൽ നിന്ന് ഒരവകാശം കിട്ടാതെ എല്ലാം ഇരുട്ടിൽ സങ്കടപ്പെടുന്ന അവസ്ഥയാകാം. ഒക്കെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിത മാർഗങ്ങളിലെ ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ കണ്ണീരും ഇപ്പോഴമ്മയ്ക്ക് സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിത വിഷയം അത് ആരാധനയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിന് വിടുതൽ നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കുറേ സന്ദേശങ്ങൾ വരുന്നത് അസ്ഥിസംബന്ധമായ രോഗങ്ങളാണ്. അവന് പല്ലും മോണയും തമ്മിലുള്ള ബന്ധം വിട്ടുമാറുക,
അതുപോലെ കുഴകളിലുണ്ടാകുന്ന അകൽച്ചകൾ, അസ്ഥിയുടെ അകൽച്ചകൾ മൂലം ഉണ്ടാകുന്ന ഞരമ്പ് ജാമാകുന്ന മൂലം ഉണ്ടാകുന്ന മരവിപ്പുകൾ, ഇങ്ങനെയുള്ള മേഖലയെല്ലാം കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വലത് തുടയിൽ അരയ്ക്ക് താഴെ അകംഭാഗമായിട്ട് ഇങ്ങനെ വെറുതെ ഒരു മുഴ പോലെ പൊങ്ങി വരുന്നുണ്ട്. ആ രോഗത്തെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തുന്ന ശ്രുതികട ഹല്ലേലൂയ. അച്ഛന് വേണ്ടി, അച്ഛന് സന്ദേശം ലഭിക്കാൻ വേണ്ടി ശ്രുതികട ഹല്ലേലൂയ. ആന്തരിക അവയവങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആന്തരിക അവയവങ്ങൾക്ക് എപ്പോഴും സ്വെല്ലിംഗ് ഉള്ളവർ, ഇൻഫ്ലമേഷൻ ഉള്ളവർ, നീര് എപ്പോഴും കെട്ടിക്കിടക്കുന്ന അവസ്ഥകൾ, പൊള്ളുന്ന വേദന, എരിച്ചിൽ, പുകച്ചിലൊക്കെ ഉണ്ടാകുന്ന ആന്തരിക അവയവങ്ങൾ, അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് ശ്രുതികട ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood. I command you, in the name of Jesus Christ, to be healed. നടുവേലിന് വേദനയുള്ളവർ അവിടെ കൈകൾ വെക്കട്ടെ. കിഡ്നിയുടെ അസുഖക്കാരും പതകിന് തന്നെ ബാക്കിൽ കൈകൾ വെക്കട്ടെ, നടുവിന് കൈവെക്കട്ടെ. ഹൃദയത്തിൻ്റെ അസുഖമുള്ളവർ, കരളിന് അസുഖമുള്ളവർ, പാങ്ക്രിയാസിക് അസുഖമുള്ളവർ നെഞ്ചിൻ്റെ പൂട്ടിന് കൈകൂട്ടി വെക്കുക. നെഞ്ചിൻ്റെ പൂട്ടിന്, നെഞ്ചിൻ്റെ കൂമ്പിന് കൈ കൂട്ടി വെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ രോഗാതുരമായ ഇടങ്ങളിൽ ഞാൻ വെക്കുന്ന കൈകളെ എൻ്റെ വിശ്വാസത്താൽ നിൻ്റെ കൈകളായി ഈ നിമിഷം മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വെക്കുന്ന കൈയുള്ള ഇടത്തിലെ എല്ലാ രോഗങ്ങളും യേശു നാമത്തിലെ സൗഖ്യമാകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, ഇപ്പോൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ രോഗങ്ങളുടെ മേൽ അവിടുന്ന് കരുണ ചൊരിഞ്ഞ് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ, വാഴ്ത്തുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, മഹത്വം. നമ്മളെ കൈവെക്കാൻ പോകുന്നത് ഉദരത്തിലാണ്. ഉദരത്തിലെ ഊടിലെ കുടലിനൊക്കെ അസുഖമുള്ളവർക്ക് ഊട് പൊത്തി കൈവെക്കാവുന്നതാണ്. ആമാശയം, ഉദരം, കുടൽ, വൻകുടൽ, ചെറുകുടൽ, അതെല്ലാം ഊട് പൊത്തി കൈവെക്കേണ്ടതാണ്. യൂട്രസ്, അതുപോലെ തന്നെ മൂത്രാശയ രോഗങ്ങൾ, മൂത്രത്തിൽ കല്ല്, അണ്ഡാശയത്തിൽ കല്ല്, അരിസസ് രോഗങ്ങൾ, പിഷരോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD എല്ലാം അടിവയറ്റിൽ കൈവെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ കൈകളെ ഈ നിമിഷം വിശ്വാസത്താൽ നിന്റെ കൈകളായി രൂപാന്തരപ്പെടട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയുടെ നാമത്തിലെ എല്ലാ സ്രാവരോഗങ്ങള്, രക്തം പൊക്കുകള്, അറിയാതെ മൂത്രം പൊക്കുകള്, എല്ലാ രോഗങ്ങളും ഈശോയുടെ നാമത്തിലെ മാറിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. കർത്താവേ, എല്ലാ സ്രാവരോഗങ്ങളും
ഉദരത്തിലുള്ള സർവ്വ രോഗങ്ങളെ പീശോട് രക്തം തുടങ്ങി എല്ലാ രോഗങ്ങളെ എടുത്തു മാറ്റുന്നതിന് ഓർത്ത് പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തൈറോയ്ഡ് രോഗികളെ കഴുത്തിന് കൈവെക്കുക. ടോൺസിൽ രോഗികളെ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ പിൻകഴുത്തിലും കൈവെക്കുക. വലിയ ശ്വാസമുള്ള ആസ്മ രോഗികളെ ശ്വാസകോശങ്ങളിൽ ഈശോയുടെ നാമത്തിൽ കൈവെക്കുക. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, ഞാൻ കൈവെക്കുന്ന ഇടത്തെ എൻ്റെ ശാരീരിക അസ്വസ്ഥങ്ങളെ ഈശോ നാമത്തിൽ ഈശോ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, തൈറോയിഡ് രോഗങ്ങൾ, സ്പോണ്ടിലൈസിസ് രോഗങ്ങൾ, മറ്റ് പല വിധത്തിലുള്ള Lord Jesus Christ, pour out your spirit. The fire finger, soak with the precious blood. I command you, the name of Jesus Christ, to be healed. I command you, the name of Jesus Christ, to be healed. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതി ഉണ്ടായിരിക്കട്ടെ. രോഗികളും പ്രിയപ്പെട്ടവരും വെന്റിലേറ്ററിലും ഐസിയുവിലും കിടക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അറിവിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അവർക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാകത്തില്ല, കർത്താവിനെ അറിയാത്തവർ കൂടിയാവും. പക്ഷെ നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നം എന്താ? ദൈവസ്നേഹമാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ദൈവസ്നേഹത്തിലാണ് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ബന്ധുക്കളെ, സ്വന്തപ്പെട്ടവരെ, ഞങ്ങൾക്കറിയാവുന്നവരെ ഐസിയുയിലും വെന്റിലേറ്ററിലും ആശുപത്രികളിലും വീടുകളിലും കിടന്ന് നരകിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ രക്തം ഈ നിമിഷം തളിക്കട്ടെ. യേശുവിന്റെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, ആശുപത്രിയിലും വെന്റിലേറ്ററിലെല്ലാം കിടക്കുന്ന എല്ലാ രോഗികളെ കർത്താവിൻ്റെ ജലത്തെ ഒഴുക്കി സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്ന യേശു നാമം മഹത്വപ്പെട്ട. ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. സർവീസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇപ്പം നിങ്ങളുടെ കമ്പനി നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യാൻ പോകുന്നു. പക്ഷേ പല കാര്യവും മെറിറ്റോറിയസ് ആയിട്ടെങ്കിൽ ലഭിക്കേണ്ടത് ലഭിക്കണില്ല. ഇല്ലെങ്കിൽ നിൻ്റെ സീറ്റ്, നീ ജോലി ചെയ്യുന്ന സീറ്റ് ഇപ്പോഴും സാലറി സാങ്ഷൻ ആയിട്ടില്ല. പല ശമ്പള കുടിശ്ശികളും പെൻഡിങ്ങായി കിടക്കുന്ന, ചിലപ്പോൾ നിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടി നീ അത്യാവശ്യപ്പെട്ടിട്ട് നിനക്ക് കിട്ടാത്തൊരവസ്ഥയാകാം. ചിലപ്പോൾ നീ ഡെപ്യൂട്ടേഷനിലേക്ക് വന്നിട്ട് പിന്നെ തിരിച്ചു വരാൻ പറ്റാത്തതും അവിടെ ആ ജോലി തുടരാൻ പറ്റാത്ത അവസ്ഥയാകാം. ഇങ്ങനെ ഉണ്ടാകുന്ന മുഴുവൻ സർവീസ് പ്രോബ്ലംസ് നീ ഉടമ്പടി വെച്ചിട്ടുള്ളതാണ്. നീ ഇപ്പം അത് ഈശോനോട്, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സർവീസ് പ്രോബ്ലംസ്, സേവന പ്രശ്നങ്ങൾ, അതിൻ്റെ സാങ്കേതികമായ കുരുക്കുകളെ കോടതി അഴിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അഴിഞ്ഞു കിട്ടാത്തവരെ, കോടതിയിൽ നിന്ന് ന്യായമായ തീരുമാനം കിട്ടാത്തവരെ, ഈശോയെ പലതരത്തിലെ ജോലി, ശമ്പളം എല്ലാം മുടങ്ങിയിരിക്കുന്നവരുടെ മേൽ അതിൻ്റെ എല്ലാ തടസ്സങ്ങളും യേശു നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. സർട്ടിഫിക്കറ്റുകളും ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കൈമോശം വന്നു പോയി കാണും. ചിലപ്പോൾ നിൻ്റെ പ്രമാണം കാണുന്നില്ലിരിക്കും. കാണാതെ പോയ വസ്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. 18 കൊല്ലമൊക്കെ ആയിട്ട് പോയ പ്രമാണങ്ങളെ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു ആരാധന കഴിയുമ്പോൾ പിറ്റേ ദിവസം കിട്ടും. ചിലപ്പോൾ ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും കിട്ടണത് വേറെ വീട്ടിൽ നിന്ന് കിട്ടും. അവരടിച്ച് തൂക്കാൻ വേണ്ടി എടുക്കുമ്പോഴായിരിക്കും ഇപ്പോൾ അത് കണ്ടുപിടിക്കണത്.
മാതാവ് അവരെ കൊണ്ട് അടിച്ച് തൂപ്പിക്കണ ആളെങ്ങനെ. അങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ നിനിക്കാമ, പാസ്പോർട്ട്, വിസ, കാർഡുകൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെയുള്ള കാർഡുകളൊക്കെ അതിനകത്ത് പലപ്പോഴും ചിലപ്പോൾ റിവൈസ് ചെയ്ത് കിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള കമ്പ്യൂട്ടർ കുരുക്കുകളുണ്ടാകും. നീ നടന്ന് വിഷമിക്കുക, അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ ജോലി വരെ പ്രതിസന്ധിയാകുന്ന രേഖകളുടെ പ്രശ്നങ്ങളുണ്ട്. ഈ രേഖകൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നഷ്ടപ്പെട്ട രേഖകൾ, കളഞ്ഞുപോയ രേഖകൾ, കുരുക്കിലായ രേഖകൾ എവിടെയുണ്ട്, എങ്ങനെ ചെയ്യണമെന്ന് അമ്മയ്ക്കറിയാം. ഈ വിഷയം മൊത്തം അമ്മ ഈ വിഷയം ഈശോ കേൾപ്പിച്ച് സങ്കടപ്പെടുന്നവരുടെ മേൽ കരുണ തോന്നണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, രേഖകൾ നഷ്ടപ്പെട്ടവരുടെ മേൽ കരുണ തോന്നുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, കർത്താവേ കരുണ അറിയാനിക്കണം. യേശുവേ നന്ദി കർത്താവേ. വിൽക്കാത്ത സ്ഥലങ്ങൾ, വിൽക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ, പിന്നെ പാടമൊക്കെ ആയിട്ട് മാറിപ്പോയി കിടക്കുന്ന സ്ഥലങ്ങളുണ്ടാകും. ചിലപ്പോൾ വഴി, ആ സ്ഥലത്തുള്ള പെർട്ടിക്കുലർ വഴി തരിട കാണിച്ച് മറ്റേ ആൾക്കാർക്ക്, മറ്റേ ആദ്യം സ്ഥലം തന്ന ആൾക്കാർ വിറ്റ് മാറുമ്പോൾ വഴിയും ആ വഴിയെ പോകുമ്പോൾ നമുക്ക് വഴി ഇല്ലാണ്ടിരിക്കാം. ഇങ്ങനെ ഓരോ ചതിയിലൊക്കെ പെടുന്ന മനുഷ്യരുണ്ട്. ഇതെല്ലാം നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളാണ്. അതെല്ലാം നീ ഇപ്പോൾ ഓർക്കണം. അതെല്ലാം പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഈശോ കേൾപ്പിച്ച്, കാര്യം നമ്മളുടെ കഴിവല്ല. ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് നമ്മുടെ മെറിറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ്. അതുകൊണ്ടാണ് അച്ഛൻ ഇത്രയും ധൈര്യമായിട്ട് ഇതൊക്കെ പറയണ കാര്യം. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ പറയും നടക്കാത്തൊരു, പക്ഷേ നടക്കാത്ത കാര്യങ്ങളില്ല. എന്താ അത് ദൈവത്തിൻ്റെ ശക്തിയിലാണ് നടക്കുന്നത്. ഏതെങ്കിലും വിഷയത്തിന് ഡേറ്റ് ഇടാവുന്നതാണ് നിങ്ങൾക്ക്. എല്ലാ ആരാധനയ്ക്കും നമ്മളുടെ ഈ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ സമയം ഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഉൾക്കാഴ്ചയിലാണ്. സമയത്തിനുമേൽ അധികാരത്തിൻ്റെ പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. സമയമായില്ല എന്ന് പറഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടാകാത്ത സമയമാക്കിയെടുക്കുമ്പോഴും കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട സമയഘടികാരത്തിൻ്റെ സൂചനകളെല്ലാം സമയം, മണിക്കൂർ, ദിവസം, ഡേറ്റ് എല്ലാം സമയാധികാരമാണ്. സമയാധികാരം പരിശുദ്ധ അമ്മയുടേതാണ്. അധികാരം പരിശുദ്ധ അമ്മയുടെക്കാണ് സമയത്തിനുമേൽ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത്. അതാണ് കാനായിലെ കല്യാണത്തിൽ കണ്ടത്. പക്ഷെ ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്നാണ് കൃപാസനത്തിൽ 2004 സമയം കാണിച്ചുകൊണ്ട് അമ്മ നൽകിയ സന്ദേശം. ആ പ്രത്യക്ഷീകരണ സഭ പഠിക്കണമെന്നാണ് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. 1000-10,000 അല്ല, ലക്ഷക്കണക്കിന് മനുഷ്യർ ഉപവസിച്ച് പ്രാർത്ഥിക്കണം ആ വിഷയത്തിന് വേണ്ടി. എല്ലാ നാനാജാതി മതസ്ഥരെ. അമ്മ എന്താ പറഞ്ഞത്? ദുരന്തമുണ്ടാകാൻ പോകണമെന്നാണ് പറഞ്ഞത്. ഉണ്ടായി തുടങ്ങിയില്ലേ? ഇപ്പം ഗർഭിണിയായ നഗ്നയെ കൊണ്ടുവന്ന് ഒരു സെനറ്റിൽ എഴുന്നള്ളിച്ചില്ലേ? അവർ ടൈം മദറാ. ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ പച്ചമാമ ടൈം മദറാ. അബോറിജിൻസ് ആദിവാസികൾ സമയത്തിൻ്റെ ദൈവമെന്ന് വിളിക്കുന്ന ആളാണ് ഈ പച്ചമാമ. അപ്പം പരിശുദ്ധ മറിയത്തെ ഡീത്രോൺ ചെയ്തുകൊണ്ടാണ് പച്ചമാമ കയറി വരുന്നത്. അതാണ് ദുരന്തം. അതും ദുരന്തമാണ് ശരിക്കും. അറിയാതെ ചെയ്യണതാണ്. വളരെ നല്ല ആഗ്രഹത്തോടു കൂടി ഈ ഭൂമിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഉള്ള, ഇതിനെ വീണ്ടും പച്ചപിടിപ്പിക്കാൻ വേണ്ടിയുള്ള സഭയുടെ സുവിശേഷ പരിശ്രമങ്ങളാണ്. പക്ഷേ ഈ ടൈം മദറിൻ്റെയൊക്കെ മുമ്പിൽ ചില വൈദികർ കുമ്പിട്ട് നിന്നത് നമ്മൾ കണ്ടതാണ്. അതൊക്കെ പ്രാർത്ഥനയുടെ വിഷയമാണ്. യഥാർത്ഥത്തിൽ ടൈം മദർ ആരാണ്? പരിശുദ്ധ അമ്മയാണ്. അതാണ് സഭ എത്രയും വേഗം ഈ പ്രത്യക്ഷീകരണം പഠിക്കണമെന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ ദുരന്തമുണ്ടാകും. ശ്രുതികട ഹല്ലേലൂയ.
യേശുവേ ആരാധന കർത്താവേ മഹത്വം ദൈവമേ ആരാധന ദൈവമേ മഹത്വം കർത്താവേ ആരാധന കർത്താവേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. നേർച്ച വസ്തു കയ്യിലെടുക്കുക. നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. നമ്മുടെ ഏറ്റവും വലിയ നേർച്ച വസ്തു അറിയാമല്ലോ, പരിശുദ്ധ പ്രവർത്തനത്തിൻ്റെ പത്രമാണ്, കൃപാസനം പത്രം. അത് പ്രാർത്ഥനയോടെയും കർത്താവിനെ അറിയാത്തവരെ അറിയണം എന്നുള്ള ദൈവസ്നേഹത്തോടെയാണ് പരിശുദ്ധ പ്രവർത്തനം ചെയ്യേണ്ടത്. ഓരോരുത്തരും കൊണ്ടേ കൂട്ടി വെക്കരുത്. അത് വെളുക്കാൻ തേക്കുന്നത് അച്ഛൻ എപ്പോഴും പറഞ്ഞ പോലെ പാണ്ടാകും. നമ്മുടെ ആത്മാർത്ഥക്കുറവും സമയം ഇല്ല എനിക്കിതൊന്നും, ഇതൊക്കെ പിന്നെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയാണ്. അപ്പോൾ ദൈവം തിരിച്ചു ചോദിച്ചാൽ നിൻ്റെ വിഷയം ഇതുപോലെ ഞാൻ കാട്ടിക്കൂട്ടിയാൽ മതിയാന്ന് ചോദിച്ചാൽ നീ പണിയാവും നിനക്ക്. അപ്പോൾ ദൈവത്തോട് ആത്മാർത്ഥത കാണിക്കരുത്. ഓരോ വ്യക്തിയും കർത്താവിന് വേണ്ടി ഇത്തിരി അപമാനം സഹിച്ചാലും കുഴപ്പമില്ല, അത് കൊണ്ടുപോയി കൊടുക്കണം, വ്യക്തികളെ ഏൽപ്പിക്കണം. കഴിഞ്ഞ ദിവസങ്ങളൊരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞില്ലേ, അവരെന്നാ പറഞ്ഞത്? രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ച് കുർബാനയ്ക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഈ പത്രവും കൊണ്ട് ഇറങ്ങും. എന്തിനാണ്? ഓരോരുത്തരെയും കണ്ട് ഏൽപ്പിക്കാൻ. ആ കാരുണ്യ പ്രവൃത്തി. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് ഞാൻ കാരുണ്യ പ്രവൃത്തിക്ക് പോകും. ഉടമ്പടി ജീവിക്കാണ് കേരളം. അത്രയും ശക്തമായ രീതിയിൽ ജനങ്ങൾ ജീവിക്കുമ്പോൾ നിൻ്റെ ഈ തരികിട പരിപാടി കാണിച്ച പണി കിട്ടാൻ സാധ്യതയുണ്ട് നിനക്ക്. അതുകൊണ്ട് കിട്ടിയത് നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ കർത്താവിനോട് തീക്ഷ്ണമായ ദൈവസ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റു വസ്തുക്കൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസപൂർവ്വം ചൊല്ലിക്കേ. Lord Jesus Christ, pour out His Spirit, the fire of Inca, soak with the precious blood. I cast out disease and cast from you, by God the Father Almighty, who made heaven and earth in the contain. Let the disease power, the legions, Satan's attacks and machinations be dispelled and torn apart from you. May blessing bring you health in body and mind, peace and harmony in the family, and with the authority of the Catholic Church, the power of Jesus Christ, with the meritorious of the Holy Priesthood, I bless and hallow these lyrics, those used in grace and peace and power. സമാപന ആശീർവാദത്തിന് സമയമാണ്. 2-3 പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. നിങ്ങൾക്കറിയാം, നമ്മുടെ ശുശ്രൂഷ വാർഷികം സമാപിക്കുന്നത് റാലിയോട് കൂടിയാണ് അല്ലേ? ആ റാലി കഴിയുമ്പോൾ വീണ്ടും ശുശ്രൂഷ വർഷം നവംബർ 1 തീയതി മുതൽ പുതിയതാരംഭിക്കും. അപ്പോഴേ ഈ ശുശ്രൂഷകളെല്ലാം റാലി കഴിയുമ്പോൾ നമുക്ക് 1,10,000 നമുക്ക് ഈ പ്രാവശ്യം 15 ലക്ഷം ജപമാലയാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. 2003 തുടങ്ങിയ റാലിയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജപമാല നമുക്ക് ലഭിക്കുന്നത്, ആസ്തി ഉണ്ടാകണത് ഈ സമയത്താണ്. അപ്പോൾ 1.5 കോടി ജപമാല നമ്മൾ ഈ 2003 മുതൽ റാലി നടത്തി ചൊല്ലിയിട്ടുണ്ട്. ഇതാണ് ലൈറ്റ് ക്യാൻഡിൻ്റെ പേരക്കസിൻ്റെ ആസ്തി എന്ന് പറയണത്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, ഇവിടെ വന്നു. അവരുടെ സ്ഥലം വിൽക്കാത്ത സ്ഥലമാണ്, അവർക്ക് വേറൊരു മാർഗമില്ല. അപ്പോൾ അവരെന്താ ചെയ്തത്? ലൈറ്റ് ക്യാൻഡിൽ പേർ റിക്വസ്റ്റ് ഇടും. അതിനെ തന്നെ 1 കോടി ജപമാലയാണ് അവിടെ ആസ്തി വെച്ചിരിക്കണത്. ഇപ്പോൾ തുടങ്ങിയല്ലോ, ഇങ്ങനെ വർഷങ്ങളായി ഇങ്ങനെ പ്രാർത്ഥിച്ചു. മിഷൻ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കർത്താവിനെ അറിയാത്തവർ അറിയാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും. അപ്പോഴാണ് നമുക്കിതുപോലെ ദൈവത്തിൻ്റെ ആശ്വാസം ലഭിക്കുന്ന
ലിങ്കുകളൊക്കെ കിട്ടണത്. ഇതെല്ലാം പുതിയ പ്രാർത്ഥനകളല്ലേ. എല്ലാ മനുഷ്യരെയും നിങ്ങൾക്കത് വളരെ സത്യസന്ധമായിട്ട് കണ്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് പ്രാർത്ഥനകളെല്ലാം. ഇപ്പോൾ ലൈറ്റേക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇടാൻ നിങ്ങൾ മറ്റുള്ളവരോടും പറയാം. അക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഉടമ്പടി ചെയ്യാൻ അനുവാദമില്ല. ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞവരൊക്കെ പണ്ട് അനുവാദം ഉണ്ടായിരുന്ന കാലത്ത് ചെയ്തതാണ്. അക്രൈസ്തവ സഹോദരൻ 2 കാര്യങ്ങൾ ഉടനെ ചെയ്യാം. അവർക്ക് ഉടമ്പടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് വിശ്വാസ പ്രമാണം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിർബന്ധപൂർവ്വമായിട്ട് നിങ്ങളോടത് ചെയ്യാൻ പറയാത്തത്. പക്ഷേ നിങ്ങൾക്ക് അമ്മമാതാവിൻ്റെ അനുഗ്രഹം ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ സാക്ഷ്യങ്ങളിലും കുറേ അധികം ആൾക്കാർ അക്രൈസ്തവ സഹോദരങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഉടമ്പടി അല്ലാതെ നിങ്ങൾക്കൊരു പേപ്പർ ഓഫീസിൽ നിന്ന് മേടിച്ചിട്ട് അല്ലെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ആ സങ്കടങ്ങളും പ്രാർത്ഥനകളും എഴുതിയിടുക. എന്നിട്ട് പക്ഷേ നിങ്ങൾ വിശുദ്ധിയോടെ, നാവ് വിശുദ്ധിയോടെ, ശരീരവിശുദ്ധിയോടെ, വ്രതത്തോടെ, ഉപവാസത്തോടെയൊക്കെ അതിനെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു പോവുക. അമ്മ മാതാവ് നിങ്ങളെ സഹായിക്കും. കാര്യം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ ഉടമ്പടി എടുത്ത് നിങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. അക്കറയൊക്കെ ഉടമ്പടി എടുക്കാൻ അനുവാദം ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവരെ ദൈവം തള്ളിക്കളയത്തില്ല. കാര്യം കണ്ണീരിനും ക്യാൻസറിനും ഒക്കെ ജാതി മതവും പറയണത് മനുഷ്യത്വമില്ലാത്ത പരിപാടിയാണ്. അത് ജാതി മതവും ഇല്ല, ദൈവമാണത് തീരുമാനിക്കണത്. എൻ്റെ മക്കൾ നിങ്ങൾ നിലവിലുള്ള സംവിധാനം ചെയ്താൽ മതി. പിന്നെ ക്രൈസ്തവർക്ക് അക്രൈസ്തവർക്ക് വേണ്ടി ഉടമ്പടി എടുത്തു കൊടുക്കാവുന്നതാണ്. എന്നുവെച്ചാൽ അവരെ ഉടമ്പടി എടുക്കുമ്പോൾ അക്രൈസ്തവരുടെ സങ്കടങ്ങളും കൂടി രോഗങ്ങളും കൂടി നിങ്ങളെ ഉടമ്പടി ചേർത്ത് ചോദിച്ചാൽ നിങ്ങൾ അവർ സഹായിച്ച് കൊടുക്കണം. അപ്പം അങ്ങനെയുള്ളവർക്ക് പക്ഷേ അവർക്ക് അപ്പോൾ നിങ്ങൾ നേർച്ച വസ്തുക്കളും കൊടുക്കാവുന്നതാണ്. നിങ്ങൾ തമ്മിലൊരു ധാരണ അത്രയും ബന്ധമുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ള ഒത്തിരി പേരുണ്ടാകത്തില്ല, അവർക്ക് ചെയ്യാം. ഇതൊന്നുമില്ലാത്തവർക്ക് ഈസി ആയിട്ട് ലൈറ്റക്കാൻ്റെ പെരക്കസ്റ്റ് ഇടാം. ലൈറ്റക്കാൻ്റെ പെരക്കസ്റ്റ് ഇടാം. തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ചുറ്റവട്ടങ്ങളുടെ പ്രേയർ കമ്പ്യൂട്ടറിൽ തന്നെ കിട്ടും. അപ്പം അത് നിങ്ങളുടെ ഓപ്ഷനിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ മാർഗങ്ങളുണ്ട്. ദൈവം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ദൈവത്തിൻ്റെ കരുണ ലഭിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. ആ ദൈവമാണ് തീരുമാനിക്കേണ്ടത്. അത് നിങ്ങളുടെ ആത്മാർത്ഥതയിലാണ് അത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഈ നവംബർ മാസം മുതൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത, 90 ദിവസം ആദ്യകാലങ്ങൾ ഉടമ്പടി ഉണ്ടായത് 2016 ഉടമ്പടി പ്രബലപ്പെട്ടപ്പോൾ അന്ന് കിട്ടിയ സന്ദേശം 90 ദിവസം മാത്രം ഉടമ്പടി. 90 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഉടമ്പടി പുതുക്കി സ്റ്റോപ്പ് ചെയ്യാം ഉടമ്പടി. പിന്നെ നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. പിന്നെ ചില ആൾക്കാർ ഇവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യണത് 90 ദിവസത്തിനുള്ളിൽ 3-4 കാര്യങ്ങൾ 2 കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ആ 2 കാര്യം മാറ്റിയിട്ട് അവർ വേറെ പുതിയ 2 കാര്യം ചേർത്തിട്ടാണ് അവരത് പുതുക്കണത്. അത് നിർബന്ധമില്ല, അവർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഉടമ്പടി എന്ന് പറയണത് 90 ദിവസമേ ഉള്ളൂ. 90 ദിവസത്തെ ഉടമ്പടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൃപാസനം കണ്ടില്ലെങ്കിൽ പോലും കർത്താവ് നിങ്ങളെ അതാത് കാര്യങ്ങളിൽ അനുഗ്രഹിച്ചോളൂ ആ ചെയ്ത വിഷയത്തിൻ്റെ മേലെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ വിശുദ്ധി കളയരുത്, പ്രാർത്ഥനാ ജീവിതം കളയരുത്. ഉടമ്പടി കഴിഞ്ഞിട്ട് പിന്നെയും വെള്ളമൊക്കെ അടിക്കാനും തോന്നിവാസം പറയാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഗ്യാരണ്ടിയില്ല. കാര്യം ദൈവത്തെ പറ്റിക്കും. കാര്യം നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് നിങ്ങളെ ചിലർ ഉടമ്പടി തീരുമാനിക്കുമ്പോൾ തന്നെ അനുഗ്രഹം തുടങ്ങും. എന്താ കാര്യം? അവരത് ഭംഗിയായിട്ട് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. ചില ആൾക്കാർ വെക്കട്ടെ ഒന്ന് പരീക്ഷിച്ച് ചെയ്യും. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 2ാം സെഷനിൽ പോയാലും ഈ പത്രത്തിൻ്റെ കാർഡാണ് മെയിൻ സംഭവം. അതാണ് ഞങ്ങൾ ഡേറ്റ് നോക്കണത്. കാര്യം നിങ്ങൾ കാരുണ്യ പ്രവൃത്തി ചെയ്തോ നമുക്കറിയത്തില്ലല്ലോ. പക്ഷേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്താൽ ഇല്ലേ എന്നറിയാൻ വേണ്ടി നമുക്ക് പത്രത്തിൻ്റെ കാർഡുണ്ട്. അപ്പോൾ 1ഉം 2ഉം പുതുക്കുന്നതിന് കുഴപ്പങ്ങളില്ല. അത് കൗണ്ടറിൽ വന്ന 1ഉം 2ഉം അത് പത്രത്തിൻ്റെ കാർഡുണ്ടെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ടീവായിട്ട് വേണമെന്നില്ല. ഇപ്പോൾ ജനുവരി വന്നിട്ട് ഫെബ്രുവരി വന്നില്ല, മാർച്ചിൽ വന്ന്, പിന്നെ ഏപ്രിൽ വന്നില്ല, പിന്നെ മെയ്യിലാണ് വന്നത്. ഇപ്പോൾ 3 കാർഡുണ്ടെങ്കിൽ ഉടമ്പടിയുടെ ഒരു കോളം 90 ദിവസം കണക്കാക്കിയിട്ട് പുതുക്കി തരും. പണ്ട് അങ്ങനെ ചെയ്യത്തില്ല. പണ്ട് അടുപ്പിച്ച് തന്നെ വരണമായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ അടുപ്പിച്ച് തന്നെ വരാൻ നോക്കണം. അതാണ് അവർക്ക് ആ കാര്യം നടത്തിയെടുക്കാൻ എളുപ്പം. സെക്കൻഡ് സെഷനിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് സെഷനിലേക്ക് പോണവർ അവരിപ്പോൾ ഒരു മരിപ്പുണ്ട്, മനഃപൂർവ്വം വരാതിരിക്കരുത്. മറിച്ച് മരിപ്പുണ്ടായി അല്ലെങ്കിൽ ആശുപത്രിയിലായിരുന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രാർത്ഥന മുടങ്ങിപ്പോവും. പിന്നെ മഴയാണെന്നും പറഞ്ഞ് ഇപ്പോൾ വരുന്നുണ്ട് ആൾക്കാർ 3 പ്രാവശ്യം.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എങ്ങും മഴയില്ലായിരുന്നല്ലോ, നിങ്ങൾക്ക് വേണ്ടി മാത്രം എങ്ങനെ മഴ പെയ്തതെന്ന് ചോദിച്ചു. കള്ളത്തരാണത്. അവർക്ക് അതിന് ചൈതന്യമില്ല. ഇപ്പം ചൈതന്യം, ആത്മാർത്ഥത, സർവോപരി വിശ്വസ്തതയാണ് ഉടമ്പടി വിലയിരുത്തുന്നത്. വിശ്വാസം പോലും അല്ല, വിശ്വസ്തതയാണ് ഉടമ്പടി വിലയിരുത്തുന്നത്. അപ്പം നിങ്ങൾ വിശ്വസ്തതയോടെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ വിട്ടുപിരിയത്തില്ല. അത്രയും അച്ചിട്ട പ്രാർത്ഥനയാണ്. അപ്പം പിന്നെ രണ്ടാമത് ഈ മൂന്നാമത്തെ പ്രാവശ്യം പുതുക്കണമെങ്കിൽ കാര്യം ഈ മെസ്സേജ് കൗൺസിലിംഗ്, അതായത് കൗൺസിലിംഗ് വരണത് മൂന്നാമത്തെ പുതുക്കോടുകൂടിയാണ് വരണത്. 1, 2 ഒന്നും വരത്തില്ല, കൗൺസിലിങ്ങിനില്ല. കൗൺസിലിങ്ങിന് അച്ഛനുമായിട്ട് ബന്ധമില്ല. കാര്യം ഉടമ്പടി തന്നെ ഒത്തിരി പേര്, ആയിരക്കണക്കിന് ആൾക്കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇഷ്ടമുള്ളപ്പോൾ ഓടി വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 1, 2 ഉടമ്പടി സ്വാഭാവികമായിട്ട് പ്രാർത്ഥനയായിട്ട് തന്നെ പോകും. 3 കഴിഞ്ഞാൽ 3 ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ 3 പുതുക്കി കിട്ടിയാൽ പിന്നെ കൗൺസിലിങ്ങിന് വരാവുന്നതാണ്. 3 പുതുക്കി കഴിഞ്ഞാൽ. പക്ഷേ 3 പുതുക്കണം എന്നുണ്ടെങ്കിലുള്ള കുഴപ്പം വെച്ചാൽ സാക്ഷ്യം എഴുതി കൊടുക്കണം. കാര്യം 3 ഉടമ്പടി പുതുക്കിയിട്ടും സാക്ഷ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കാര്യമായ തകരാറുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നെങ്കിൽ ഉടമ്പടി എഴുപ്പം കാണും. ഇപ്പം തന്നെ പലരുടെ വീട്ടിൽ ഇരിക്കണത് എന്താണ്? നീലത്തിരി വലുതും പച്ചത്തിരി ചെറുതുമാണ്. അതാ സംഭവം. അതിൻ്റെ അർത്ഥം എന്താണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉഴപ്പിയിട്ടുണ്ട്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഇതിൻ്റെ മർമ്മം എന്ന് പറയണത്. സന്ധ്യാപ്രാർത്ഥന പച്ചത്തിരിയല്ലേ, അതല്ല മർമ്മം. അതെല്ലാവരുടെയും പെട്ടെന്ന് തീരും. കാര്യം സന്ധ്യക്ക് എല്ലാവരും പ്രാർത്ഥിക്കണതാണല്ല. അത് വാട് നനയുമ്പോൾ ചിരിയും നനയെന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. പക്ഷേ നീലത്തിരിയാണ് പ്രശ്നം. നീലത്തിരി 5:30 തൊട്ട് 6 മണി വരെ സമയമുള്ളൂ. 6:10 സമയമില്ല. അതിനുള്ളിൽ നീലത്തിരി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കണം. അതാണ് പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിക്കാൻ വേണ്ടിയുള്ള അമ്മയുടെ പ്രാർത്ഥന. അതാണ്. ആ പ്രാർത്ഥന മുടങ്ങാതിരിക്കണമെങ്കിൽ നിങ്ങൾ 10 മണിക്കെങ്കിലും കിടന്ന് ഉറങ്ങേണ്ടി വരും. നിങ്ങൾ ടി വിയും കണ്ട് സീരിയലും കണ്ടൊക്കെ ഇരുന്നിട്ട് അവസാനം 11:30 കിടന്നുറങ്ങിയാൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങും. അപ്പം അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം നിങ്ങൾ. കാര്യം നിങ്ങളറിയണമെങ്കിൽ നിങ്ങളുടെ പച്ചത്തിരിയും നീലത്തിരിയും നമ്മളെ നീളം നോക്കിയാൽ മതി. അത് നിങ്ങൾ നോക്കി വീട്ടിൽ നിന്ന് നോക്കിയാൽ മതി. അബദ്ധം പറ്റിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. വെരി സീരിയസ്. ആദ്യകാലങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന ഉടമ്പടിയുടെ കൂടെ ഇല്ലായിരുന്നു. പിന്നെ ചില ആൾക്കാരുടെ വിഷയങ്ങൾ ഗൗരവതരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില വിഷയങ്ങൾ വന്നപ്പോൾ അമ്മയുടെ മുമ്പിൽ ജപമാല ഇല്ലപ്പോഴാണ് ടാഗ് പ്രെയർ പറഞ്ഞത്. അതായത് അവർക്ക് മാത്രം പ്രാർത്ഥിച്ച് രക്ഷപ്പെടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ടാഗ് ചെയ്യാൻ പറഞ്ഞു. ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ടാഗ് ചെയ്യണതാണ് സന്ധ്യാപ്രാർത്ഥന, പച്ചത്തിരി പ്രാർത്ഥന. അപ്പോൾ അത് അറിഞ്ഞ് വേണം ഈ വിഷയങ്ങളെല്ലാം ചെയ്യാൻ. 3 പ്രാവശ്യം പുതുക്കി കഴിഞ്ഞാൽ അപ്പോൾ അത് പക്ഷേ സാക്ഷ്യം എഴുതി കൊടുക്കണം. ആ സാക്ഷ്യം എഴുതി കൊടുത്താൽ 3 പ്രാവശ്യം പുതുക്കി അവർ തരും. 4 പ്രാവശ്യം അതിന് അവരവിടെ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് കാർബൺ വെച്ചിട്ട് 1 കോപ്പി നിങ്ങൾക്കും 1 കോപ്പി ഓഫീസിൽ സൂക്ഷിക്കും. സാക്ഷ്യത്തിൻ്റെ നിങ്ങൾ എഴുതി കൊടുക്കണത്. കാര്യം അച്ഛൻ്റെ അടുത്ത് ഇത് വിഷയം വരുമ്പോൾ 3 പ്രാവശ്യം പുതുക്കുകയാണെന്ന് നോക്കുമ്പോൾ ആ എഴുതിയ സാക്ഷി അതിൻ്റെ കൂടെ ഉണ്ടാകണം. അതുകൊണ്ട് ഓഫീസിൽ നിങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ 1 കോപ്പി നിങ്ങളും എഴുതി വെച്ചേക്കണം എൻ്റെ അടുത്ത്. പക്ഷേ സാക്ഷ്യത്തിൻ്റെ ചാർജുള്ള ആൾക്കാരെ കൊണ്ട് ഒപ്പിടിക്കണം അത്. അപ്പോഴാണത് ആ ഒപ്പിട്ട് കൗൺസിലിന് പോയാൽ മാത്രമേ 3ാമത്തെ പുതുക്കി കിട്ടത്തുള്ളൂ. 4ാമത്തത് പുതുക്കൽ ക്യാൻസൽ ചെയ്തിരിക്കുക. ആ കൗണ്ടർ അടച്ചു. 4ാമത്തതെന്ന് പുതുക്കി കഴിഞ്ഞാൽ നീല പേപ്പർ കിട്ടും. നീല പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ 15 കാര്യം ഇത് മെസ്സേജ് കൗൺസിലിന് 15 മിനിറ്റ് വരെ കിട്ടും. എല്ലാ വിഷയവും വ്യക്തമായിട്ട് പറഞ്ഞ് അവശേഷിപ്പിക്കാൻ വേണ്ടിയുള്ള 15 മിനിറ്റ് വരെ നീല പേപ്പർ കിട്ടും. പക്ഷേ നീല പേപ്പർ അങ്ങോട്ടും ചെല്ലുന്തോറും സമയം ചുരുങ്ങി വരും. പക്ഷേ നീല പേപ്പറിൽ എത്തിച്ചേരണത് നമുക്ക് സെക്യൂറാണ്. ഒരു വിഷയമുണ്ടായാൽ പെട്ടെന്നൊരു മെസ്സേജിനും ഒരു ഉപദേശത്തിനും നമുക്ക് സഹായിക്കുന്ന നീല പേപ്പറാണ്. പക്ഷേ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ സാക്ഷ്യം ഇവിടെ പറഞ്ഞിരിക്കണം. എന്നിട്ട് യൂട്യൂബിൽ നിങ്ങളുടെ ഫോട്ടോ കൗണ്ടറിൽ കാണിച്ചാലേ നീല പേപ്പർ കിട്ടത്തുള്ളൂ. എല്ലാം സാക്ഷ്യത്തെ ബേസാണ്. 3ഉം 4ഉം ഒക്കെ പോണത് സാക്ഷ്യത്തിലാണ്. കാര്യം ഇപ്പോൾ തന്നെ നമുക്ക് 10-60 സാക്ഷ്യം കിട്ടി. അതെല്ലാം അവിടെ പെൻഡിങ്ങിലാണ്. ഉടമ്പടി ഫീച്ചേഴ്സ് വേണം അതിൻ്റെ അകത്ത്. വല്ലതൊക്കെ കാലൊടിഞ്ഞത് നേരെയായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിയുടെ അല്ലത്. ഉടമ്പടിയിൽ സ്പീഡാകണം, അതിന് ഫീച്ചർ. പിന്നെ അവരുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കഴിവ് മാത്രമാകണം.
അതാണ് ഉടമ്പടി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ നോക്കിയിട്ടാണ് സാക്ഷ്യം സാങ്ഷൻ ചെയ്യണത്. സാക്ഷ്യം വെറുതെ എഴുതി കൊടുത്താൽ അതിൻ്റെ ഉടമ്പടി ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കണം. കാര്യം ഉടമ്പടിയുടെ ഒരു നേച്ചറുണ്ട്. കാര്യം നടക്കാത്ത സംഭവങ്ങളും സമയം ചുരുക്കം, അതുപോലെ തന്നെ നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ നടക്കുന്നത് അമ്മ നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഉടമ്പടി ബൈ പേഴ്സൺ, ദൈവത്തിൻ്റെ നേരിട്ട സാന്നിധ്യം, അതെല്ലാം ഉടമ്പടിയുടെ കുറേ സ്വഭാവങ്ങളാണ്. അപ്പം അതെല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ സാക്ഷ്യം പറയിപ്പിക്കുന്നത്. അപ്പം അത് കിട്ടിയാൽ നമുക്ക് ഇപ്പം സാക്ഷ്യം പറഞ്ഞത് കൊണ്ട് നീല പേപ്പർ കിട്ടത്തില്ല. ആ ഉടമ്പടി 4 വട്ടം പുതുക്കിയിട്ട് സാക്ഷ്യം പറയുന്നവർക്കാണ് നീല പേപ്പർ വരണത്. കാര്യം നീല പേപ്പർ വന്നാൽ കാര്യം ഇപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യർ സാക്ഷ്യം പറഞ്ഞ് അത് ഉടമ്പടി എടുത്തിട്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ സമയം. കാര്യം ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അച്ഛനെ കാണുന്ന പ്രാർത്ഥനയല്ല. ചില ആൾക്കാർ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. അച്ഛനുമായിട്ട് ഇതിന് ബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സാക്ഷ്യം പറഞ്ഞ 90% ആൾക്കാരും അച്ഛനെ കാണാത്തവരാണ്. ഇത് ദൈവവുമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടിക്ക് നിങ്ങൾക്ക് ദൈവം തരുന്ന അനുഗ്രഹമാണ്. പിന്നെ കാണേണ്ട അത്യാവശ്യം വന്ന ഇപ്പം ഞാൻ രോഗികളെല്ലാവരും കാണുന്നുണ്ട്. 11 കൂട്ടായ്മ ഉണ്ട്. ഇപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പിന്നെ 2ാം ശനിയാഴ്ച വരെ. അപ്പോൾ ഡിസംബറിൽ 11ാം മറ്റേ കൂട്ടായ്മ ഉണ്ട്. അപ്പോൾ കൂട്ടായ്മ ദിവസം എല്ലാം 50 രോഗികളെ വീതം ഒരു ഉടമ്പടി ഇല്ലാതെ കാണും. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, എമർജൻസി രോഗികളെല്ലാവരെയും കണ്ട് പ്രാർത്ഥിക്കും. പിന്നെ മോശമായ ഗർഭത്തിലേക്ക് തന്നെ ജനിതക വൈകല്യമുള്ള ഗർഭിണികൾ, അങ്ങനെയുള്ള വെച്ച് താമസിപ്പിക്കാൻ പറ്റാത്ത എല്ലാ കാര്യവും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കാണും. കുടുംബകാര്യങ്ങളാണ് അമ്മ തീർക്കണം. പിന്നെ ബാക്കിയുള്ള കാര്യം ചില കാര്യം നിർദ്ദേശം വേണമെന്നുണ്ടെങ്കിൽ അത് മെസ്സേജ് കൗൺസിലിങ്ങിന് പോകണം. അപ്പോൾ മെസ്സേജ് കൗൺസിലിങ്ങിന് പോകണമെങ്കിൽ സാക്ഷ്യം എഴുതി കൊടുത്തിരിക്കണം. കാര്യം ഒരു ആഴ്ച 2000 പേരെ ഉടമ്പടി എടുക്കണേ. അത്രയും സ്പീഡാണ് ഈ സംഭവം. അപ്പം അതുകൊണ്ട് നിങ്ങൾ കൃത്യം ചെയ്ത് അതിൽ ഇപ്പോൾ ഒരു ഉടമ്പടി ഉഴപ്പിയിട്ട് അച്ഛനെ കണ്ടിട്ട് ഏതാണ്ട് സംഭവം ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ നടക്കണത്. അപ്പം തന്നെ പ്രശ്നമാകും. ഇപ്പോൾ ഇന്നലെയൊക്കെ രാത്രി 9 മണി വരെ ഇവിടെ നിൽപ്പുണ്ടായി. ഇന്നലെ നിലയം വിളിച്ച് പോയി. എന്താണ് അവിടെ ഉടമ്പടി കറക്റ്റ് പേപ്പറൊന്നും ഇല്ല. അച്ഛനെ കാണാൻ വേണ്ടി അവർ തമ്പിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നടക്കില്ല. ഞങ്ങൾ എല്ലാ കാര്യവും ഞങ്ങൾക്ക് കൃത്യമായ രേഖകൾ വെച്ചിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുക. ഉടമ്പടിയാണിത് ദൈവമായിട്ടുള്ള. അപ്പം നിങ്ങൾക്ക് കയറി നിങ്ങളുടെ സ്വന്തം പരിപാടിയൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഒരു തരികടയും നടക്കത്തില്ല. കറക്റ്റായിട്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കണം നിങ്ങൾ. അത് കാര്യം വിശ്വസ്തതയാണ് ഉടമ്പടിയുടെ മുഖമുദ്ര. വിശ്വസ്തത കളഞ്ഞാൽ, വിശ്വസ്തത ഇല്ലെങ്കിൽ പിന്നെ അയാളോട് സംസാരിക്കേണ്ട കാര്യമില്ല. ക്യാൻസർ കിഡ്നി രോഗികളാണെങ്കിൽ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് സംസാരിക്കും. പക്ഷേ കുടുംബകാര്യം സംസാരിക്കാൻ പറ്റത്തില്ല. വിശ്വസ്തതയാണ് എൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് പേപ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നേർച്ച വസ്തുക്കൾ അച്ഛൻ കുർബാന ചൊല്ലി വെഞ്ചരിച്ച് വെക്കുന്ന 2 തരം നേർച്ച വസ്തുക്കൾ. ഉടമ്പടി എടുക്കുന്നവർക്കും എടുക്കാത്തവർക്കുള്ള നേർച്ച വസ്തുക്കളുണ്ട്. ഉടമ്പടി എടുത്തവർക്കുള്ള 5 നേർച്ച വസ്തുക്കൾ ഉടമ്പടി നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ടാൽ മാത്രമേ ഉടമ്പടി നേർച്ച വസ്തുക്കൾ തരത്തുള്ളൂ. വെറുതെ നിങ്ങൾ പണ്ട് ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞ് ഇന്ന് വന്ന നേർച്ച വസ്തുക്കൾ കിട്ടത്തില്ല. ഉടമ്പടി നേർച്ച വസ്തുക്കളെന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് ഉടമ്പടിയിലാണോ എന്ന് നിങ്ങളുടെ പേപ്പർ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേർച്ച വസ്തുക്കൾ തരും. അല്ല കഴിഞ്ഞ കൊല്ലം ഉടമ്പടി എടുത്താണെന്ന് പറഞ്ഞ് ഈ കൊല്ലം വന്ന് നേർച്ച വസ്തുക്കൾ ചോദിച്ചാൽ കിട്ടത്തില്ല. കാര്യം ഉടമ്പടി നേർച്ച വസ്തുക്കളാണല്ലോ ഈ ശക്തി മുഴുവനും അമ്മ എല്ലാ തരത്തിലും ആൾക്കാരെ സഹായിക്കണം. അപ്പോൾ അവർ വിശുദ്ധിയുള്ളവരായിരിക്കണം, പ്രാർത്ഥനയും നിലനിൽക്കുന്നവരായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ട് കർത്താവിൻ്റെ കണ്ണിപ്പൊടി ഇട്ടിട്ട് കാര്യം കണ്ടുപോകുന്നതിനുള്ള ഒരു കള്ളക്രിസ്ത്യാനികളാകരുത്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ശ്രദ്ധിച്ചാണ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈസി അല്ല വിഷയം. നമുക്ക് നല്ല ചിലവാണ്. നല്ല സാക്ഷികൾ ഇപ്പോൾ 8 ലക്ഷം രൂപ സസ്റ്റ്യനൻസായിട്ട് തന്നെ വരുന്നുണ്ട് ആൾക്കാർക്ക്, മറ്റ് ചിലവുകളൊന്നും കൂടാതെ. അപ്പം അത്രയും ആൾക്കാരെ ഇവിടെ നിർത്തിയിരിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഇത് ശ്രദ്ധയോടെ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ വളരെ സീരിയസ് ആയിരിക്കണം ഉടമ്പടി കാര്യത്തിൽ. പക്ഷേ ഇത് നിത്യത വരെ നിങ്ങളെ സഹായിക്കുന്ന പ്രാർത്ഥനയാണ്. നേർച്ച വസ്തു എടുത്ത് പിടിക്കുക, സംഭാവന ആശീർവാദം. പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ദൈവമേ കർത്താവേ, സ്തുതി കർത്താവേ, സ്തോത്രം കർത്താവേ, ആരാധന. ദൈവനാമം മഹത്വപ്പെട്ട, കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ട, ഈശോയുടെ നാമം മഹത്വപ്പെട്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യ